الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا كلت هلتنا أدركنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا كلت هلتنا أدركنا يا رسول الله. ബഹുമാന്യരായ ഉസ്താദുമാർ, നേതാക്കൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെ, മഗ്‌രിബ് മുതൽ ഒരു കാലത്ത് ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൻ്റെ അവകാശികളെന്ന് വിളിച്ചു പറഞ്ഞു നടന്നിരുന്നവരുടെ ഇടയിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ആമുഖങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇതുവരെ ആമുഖങ്ങളായിരുന്നു, ഇനി വിഷയമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സഖാഫി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് സമസ്തയാണ് സത്യമെന്നാണ്. അതിൻ്റെ കാരണമാണ് ഇവിടെ ഇതുവരെ ഫൈസി ഉസ്താദ് വിശദീകരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാരണത്തെയാണ് ഇവിടെ വിശദീകരിച്ചത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് സമസ്തയിലെത്തിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും അതിൻ്റെ ഉത്തരം സമസ്തയുടെ ഏറ്റവും ശ്രദ്ധേയനായ പണ്ഡിതനും പ്രഭാഷകനുമായ ഫൈസി ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങൾ തന്നെയാണ് ഞങ്ങളെ സമസ്തയിലേക്ക് അടുപ്പിച്ചത്. പ്രസ്ഥാനങ്ങളെന്ന് എണ്ണിപ്പറഞ്ഞ് പരിചയപ്പെട്ട സംഘടനകളല്ല ഇവിടെ സമസ്ത കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നതും അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതും അങ്ങനെയല്ല. സമസ്ത എന്നതിൻ്റെ അർത്ഥം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കെത്തിച്ചു തന്ന ദീന് തന്നെയാണ്, അതിൻ്റെ സമ്പൂർത്തിയും സമ്പൂർണതയുമാണ്. ആ സമ്പൂർണതയെ അറിയാൻ വേണ്ടി നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൻ്റെയും അവരുടെ വഫാത്തിൻ്റെയും നിമിഷങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവരുടെ ജീവിതം അത് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിറാസത്തുള്ള പണ്ഡിതന്മാരെ കുറിച്ച് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമയുടെ ചരിത്രം നമ്മളിവിടെ പറഞ്ഞു. അവിടുത്തെ ഒരു പ്രത്യേകത, ഞാൻ കണ്ടൊരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് അത്ഭുതങ്ങളുള്ള, ഒരിക്കലും എണ്ണിയാലോ പഠിച്ചാലോ തീരാത്ത അത്യത്ഭുതങ്ങളുടെ കലവറയായ ആ മഹാനവറുകളുടെ ഒരു പ്രത്യേകത മഹാന്മാരുടെ പേരിൽ മൗലൂദ് രചിക്കുക എന്നതായിരുന്നു. മൗലൂദുകൾ രചിക്കപ്പെടുമ്പോഴും അത് ചൊല്ലപ്പെടുമ്പോഴും വിമർശനങ്ങളുമായി വരുന്ന അറിവ് കുറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അറിയാൻ സാധിക്കാത്തതിൻ്റെ പേരിലോ മറ്റാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ തെറ്റിദ്ധരിച്ചു പോയതായ ആളുകൾ ഇവിടെയും ഈ നാട്ടിലും ഉണ്ടാവാം. അവരാണ് മൗലൂദുകളെ വിമർശിക്കുന്നവർ. കാരണം എന്താ? അവർക്കറിയില്ല അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രഭവസ്ഥാനത്ത് ആദ്യം ചെയ്തതുപോലും മൗലൂദായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. വഹാബിസത്തിന്റെ കേരള പതിപ്പ് കേരളത്തിൽ ആദ്യം തന്നെ അതിന്റെ പ്രാരംഭം കൊണ്ടപ്പോ കൊടുങ്ങല്ലൂരിലെ മണപ്പാട്ട് തറവാട്ടിലെ ഹാജിയാരുടെ വീട്ടിലേക്ക് KM മൗലവി പർദ്ദ ധരിച്ചു പോയിട്ട് ആ വീട്ടിൽ അവിടെ അന്ന് അധിവസിച്ചിട്ട് പിന്നീട് കുറെ ദിവസം അവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോ മണപ്പാട്ട് തറവാട്ടിലെ UP സ്കൂളിൽ വെച്ച് നടത്തിയ ഐക്യസംഘത്തിന്റെ സമ്മേളനത്തിൽ വെച്ച് മൗലൂദ് ചൊല്ലിയിട്ടായിരുന്നു സമ്മേളനം നടത്തിയിരുന്നത്. കേരളത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ മൗലൂദ് ചൊല്ലി എന്ന് മാത്രമല്ല, അതിന്റെ പ്രത്യേകതയും അതിൽ പങ്കെടുത്തതിന്റെ പുണ്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവർ പ്രബോധന രംഗത്ത് അല്ലെങ്കിൽ പ്രസ്ഥാന പ്രവർത്തനവുമായി കേരളത്തിൽ രംഗത്ത് വന്നത്. അങ്ങനെ മൗലൂദ് പറഞ്ഞവർ അവസാനം മാലയും ചൊല്ലിയിട്ടുണ്ട്. അവരുടെ ഇസ്ലാഹ് മാസികയിൽ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് കുതിച്ചു ഹോ എന്ന് പറഞ്ഞ് ഉമർ മൗലവിയെ കുറിച്ച് ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിച്ചു എന്നാ പറഞ്ഞത്. എങ്ങനെ അത് പറയാൻ ഇവർക്ക് ആർക്ക് അധികാരം കൊടുത്തു? നമ്മളെ മൗലൂദിലൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, സ്വർഗത്തിലേക്ക് കുതിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എഴുതി വെച്ചവരാണ് നിലവിൽ നമ്മൾ ചൊല്ലിവരുന്ന മഹാന്മാർ രചിച്ച് ഏറ്റവും വലിയ ആത്മീയതയുടെ ആൾരൂപങ്ങൾ രചിച്ചുണ്ടാക്കിയ, ഒരു തെറ്റുമില്ലെന്ന് ഇവിടെ നമ്മൾ കേട്ട ഈ മൗലൂദുകളിലൂടെ നമ്മൾ പഠിച്ചതും ചൊല്ലുന്നതും അതാണ്. ഇങ്ങനെ മഹാന്മാരുടെ മൗലൂദുകൾ രചിക്കുക എന്നത് മഹാനായ ശംസുൽ ഉലമയുടെ പ്രത്യേകതയാണ്. അവിടുന്ന്
അക്കൂട്ടത്തിൽ അജ്മീർ ഖാജ തങ്ങളുടെ മൗലിദ് രചിച്ചിട്ടുണ്ട്. ആ മൗലിദിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മഹാന്മാരുടെ പ്രത്യേകത തിങ്കളാഴ്ച രാവിലെയുടെ വഫാത്തിനെ കുറിച്ചും തിങ്കളാഴ്ചത്തെ വഫാത്തിനൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഇത്തരം മഹത്വമുള്ള ഇത്തരം ഈ വിധത്തിൽ മരണമുള്ള ആളുകൾ, ഖാജ തങ്ങളുടെ വഫാത്തിനെ പറയുന്നത്, ഇത് ഉള്ള ആളുകൾ, ഈ രൂപത്തിൽ മരണപ്പെടുന്നവർ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിറാസത്തുള്ളവരാണ്, അനന്തരാവകാശികളാണ്, അൽ ഉലമായിൽപ്പെട്ട ആളുകളാണ്. ഇതൊരാൾ ജീവിതത്തിൽ എഴുതി വെക്കുകയാണ്. എന്നിട്ട് ആ എഴുതി വെച്ച മഹാൻ വഫാത്താകുന്നതോ അതുപോലെ. മരിക്കുന്നതിന് മുമ്പ് താൻ മരിക്കുന്ന രൂപം എഴുതി വെക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ ആ മനുഷ്യൻ മഹാനായിരിക്കണം, വലിയായിരിക്കണം. അതിന്റെ തെളിവാണത്. ആ മഹാനവർകളെയാണ് ചില ആളുകൾ ഒരു കാലത്ത് ആദർശ വ്യതിയാനം സംഭവിച്ചവർ എന്ന് വിളിച്ചത്. അന്ന് പറഞ്ഞ കാരണം എന്തായിരുന്നു ഇവിടെ വിശദീകരിച്ചു. ശരീഅത്ത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത് അന്ന് മുജാഹിദുൽ ഇസ്ലാമിനെയും അലി മിയാനെയും സ്വീകരിച്ചതാണ് കാരണം പറഞ്ഞത്. അലി മിയാൻ ആരാ? അലി മിയാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനമായ, ഇന്ന് പലരും കേരളത്തിൽ മാനവികത ഉണർത്തുന്നു എന്ന് പറഞ്ഞ് പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, വാഹനജാഥകൾ നടത്തിയിട്ടുണ്ട്, യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രമേയം ഒരു പുസ്തക രൂപത്തിൽ എഴുതിയിട്ട് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലേക്കും യാത്ര നടത്തിയ മഹാനാണ് അലി മിയാൻ. ആ പ്രമേയം കോപ്പി അടിച്ചവരാണ് അലി മിയാനെ കുറ്റപ്പെടുത്താൻ വരുന്നത്. എന്നിട്ട് അന്നെന്താ പറഞ്ഞത്? അലി മിയാൻ ശംസുൽ ഉലമയെ കുറ്റം പറയാൻ പറഞ്ഞ കാരണം, അന്ന് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഞാനും മർക്കസ് പഠിക്കുന്ന കാലമാണ്. അന്ന് ഞാൻ പഠിക്കുന്ന കാലമാണ്. അന്ന് അവിടെ പഠിക്കുമ്പോൾ അലി മിയാൻ എന്ന് പറഞ്ഞാൽ തബ്ലീഗുകാരൻ, പിഴച്ചവൻ, വഴിപിഴച്ചയാള്, ബിദ്അത്തുകാരൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും അത് വിശ്വസിച്ചു. കാരണം പറയുന്നവരാരാ? വലുതെന്ന് തോന്നിപ്പോകുന്ന തലപ്പാവുകൾ ധരിച്ച വലിയ ആളുകളാണ്. വിശ്വസിച്ചു പോയി. അന്നവർ പറഞ്ഞത് അലി മിയാൻ ബിദ്അത്തുകാരനാണെന്നായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ, അന്ന് നമുക്ക് പഠിക്കാൻ മീഡിയകൾ കുറവായിരുന്നു, സാധ്യതകളും കുറവായിരുന്നു. അലി മിയാനെ പഠിച്ചറിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, ഈ പറയുന്ന മർക്കസു സഖാഫത്ത് സുന്നിയക്ക് പിരിവ് നടത്താൻ വേണ്ടി ഗൾഫിലെ അറബികളുടെ അടുത്തേക്ക് പോകാൻ ആദ്യമായി ഈ വിമർശിച്ചവർ തന്നെ കത്ത് വാങ്ങിയത് അലി മിയാന്റേതാണെന്നും ആ കത്തിന്റെ കോപ്പി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ശംസുൽ ഉലമക്ക് പിഴച്ചുപോയത് ശരീഅത്ത് പറയാൻ അലി മിയാനെ കൂട്ടുപിടിച്ചതാണ്. പക്ഷേ പിരിവ് നടത്താൻ, കത്ത് വാങ്ങാൻ ഈ ബിദ്അത്തുകാരനെന്ന് ആക്ഷേപിക്കപ്പെട്ടയാളുടെ അടുത്തു പോയപ്പോ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇത് ഞാൻ ആരെയും വിമർശിക്കുകയല്ല. സാധാരണ മക്കൾക്ക് രോഗം വന്നാൽ ഉമ്മമാർ അവരെ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കും. അത് വേദനയുള്ള പരിപാടി തന്നെയാണ്. അതുപോലെ സുഹൃത്തുക്കൾക്ക്, സഹോദരന്മാർക്ക് വഴി പിഴച്ചു പോകുമ്പോൾ കുറച്ച് അല്പം വേദനയുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അതിലാരും അത് തെറ്റായി പറയാറില്ല. അതുപോലെ കണ്ടാൽ മതി ഇതിനെ. അലി മിയാനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്ന ആരോപണമായിരുന്നു അത്. പിന്നീട് നമ്മൾ അലി മിയാനെ പഠിച്ചു. അലി മിയാനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഗുരുവര്യരായിരുന്ന കാന്തപുരം സുന്നി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന PMK ഫൈലി ഒരുപാട് ആളുകൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തി, അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയ നല്ലൊരു മനുഷ്യനാണ്. അള്ളാഹു അവിടുത്തെ ഖബറിടം സന്തോഷപ്രദമാക്കുമാറാവട്ടെ. ആ PMK ഫൈലി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു 5-6 ദിവസം യാത്ര ചെയ്തു, അവിടെയൊക്കെയുള്ള പലരെയും കാണാൻ പോയി, ഞാനൊരു ലേഖനം എഴുതാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ലേഖനം? അലി മിയാൻ അബുൽ ഹസൻ അലി നദവിയെ കുറിച്ച് ഒരു ലേഖനം എഴുതാൻ പോവാണ്. ഞാൻ ചോദിച്ചു, വിമർശിച്ചിട്ടാണോ എഴുതുന്നത്? അല്ല, അദ്ദേഹം വലിയാണെന്ന് ഞാൻ എഴുതാൻ പോവുകയാണ്. ആരാ പറഞ്ഞത്? PMK ഫൈലി. എന്നിട്ട് അദ്ദേഹം ലേഖനം എഴുതി. മുഖദർപ്പണം എന്ന പേരിൽ അൽ ഇർഫാദ് മാസികയിലൂടെ, ഇന്ന് ആ മാസികയിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതും ഇല്ലാതായി. ആ മാസികയിലൂടെ മുഖദർപ്പണത്തിലൂടെ PMK ഫൈലി ലേഖനം എഴുതി. അലി മിയാൻ അബുൽ ഹസൻ അലി നദവി ശംസുൽ ഉലമ പിഴച്ചു എന്ന് പറയാൻ പലരും കാരണമാക്കിയ ആ മഹാൻ 4ഓളം ത്വരീഖത്തുകളുടെ ഇജാസത്ത് നൽകുന്ന, അമല് നൽകുന്ന ഷെയ്ഖാണെന്ന് ഇവരെഴുതി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാടഞ്ചിനിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോട് വിരോധമുണ്ടാവാം നിങ്ങൾക്ക്.
അത് സ്വാഭാവികമാണ്. സംഘടനാപരമായ സങ്കുചിതത്വം ഏതൊരു മനുഷ്യന്റെ തലയിൽ കയറിയാലും സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. ആ സങ്കുചിതത്വത്തിൻ്റെ ക്രൂരമായ അക്രമങ്ങളെയും ഭാഷയെയും ശൈലിയെയും ഞാൻ നിരന്തരം കേൾക്കാറുണ്ട്. എനിക്കൊരു ലെവലേശം പോലും എനിക്കത് ഏശാറില്ല. ഇനി ഇൻഷാ അല്ലാഹ് യേശുവില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിനോടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങളെ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒരു കാലത്ത് ഇതുപോലുള്ള വേദികൾ കെട്ടി ഹമീദ് ഫൈസി പ്രസംഗിക്കുമ്പോ, അതുപോലെ എന്നെക്കാൾ കുറച്ചു മുമ്പ്, ഇപ്പൊ കാറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സഖാഫിയോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്നെക്കാൾ കുറെ മുമ്പ് വന്നാണ് മൂപ്പരൊക്കെ വന്നപ്പോ മൂപ്പര് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പെങ്ങളെ ഭർത്താവാണ്. അത്ര അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ആ ആളുടെ പെങ്ങളെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ സഖാഫിയെ കുറിച്ച് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് കാര്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞു കേട്ടത് പറയാറുള്ളത്, സഖാഫി എന്തിനാ വന്നത് ഇങ്ങോട്ട്? പൈസ കിട്ടിയിട്ട് പോകുന്നു. സമസ്ത പൈസ കൊടുത്തിട്ടേ ഇവിടെ വന്നപ്പോൾ അല്ലേ മനസ്സിലായത് ഇങ്ങോട്ട് പൈസ കൊടുക്കണം. എന്നെ കുറിച്ച് പറഞ്ഞു 25 ലക്ഷം രൂപ എനിക്ക് സമസ്ത തന്നു അത്രേ. അപ്പോ ഭയങ്കര സമസ്ത തന്നെ ഇത്. കാളമ്പാടി ഉസ്താദിന് ഓട്ടർശീല പോയത്, എനിക്ക് 25 ലക്ഷവും. ചുക്ലിയിൽ ഒരു വീട്ടിൽ വെച്ച് എൻ്റെ മകൻ, അവൻ ഒരു വലിയ കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ, എൻ്റെ ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ ശംസുൽ ഉലമയുടെ ആ പാദത്തിൻ ചുവട്ടിൽ ആ സ്ഥാപനത്തിൽ ഹിഫ്ളിൽ പഠിക്കുകയാണ്. അള്ളാഹു നല്ല ഹിഫ്ള് നമ്മുടെ മക്കൾക്കൊക്കെ നൽകുമാറാവട്ടെ. അവനൊരാളോട് ചോദിച്ചു, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ മുഴുവൻ കളവല്ലേ പറയാറുള്ളത്? എൻ്റെ ഉപ്പാക്ക് 25 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയാതെ ഉണ്ടാവോ? അത് ചെറിയ കുട്ടി ചോദിച്ച ചോദ്യമാണ്. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഫുട്ബോൾ തട്ടും പോലെ നിങ്ങളെ പ്രസ്ഥാനത്തെ കുട്ടികൾ ഇപ്പൊ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ അന്ന് അങ്ങനെയാണ് കേട്ടിരുന്നത്. എന്തുകൊണ്ടാ മലയമ വന്നത്? മലയമൊക്കെ പൈസ കിട്ടിയിട്ട് പോകുന്നതാ. ഇവിടെ വന്ന എല്ലാവർക്കും പൈസ ആണ് അത്ര കിട്ടിയത്. വന്ന കുറെ സാധുക്കൾ അവസ്ഥ ഒന്ന് പരിശോധിച്ചേക്കണം പോയിട്ട്. അല്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നെല്ലാവർക്കും ബോധ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു സമ്പത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അപ്പുറത്തോ സമ്പത്ത് മാത്രമാണ്. പണ്ട് കാലത്ത് മുസ്തഫ ഫൈസി എഴുതിയ ഒരു വരി ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് സുന്നത്തെ ജമാഅത്തല്ല സമ്പത്ത് ജമാഅത്താണെന്ന് എഴുതിയത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് നിങ്ങൾ പറയുന്ന മുസ്തഫ ഫൈസി എഴുതിയതാ. അദ്ദേഹം എഴുതിയത് അദ്ദേഹം ഒരിക്കലും തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇവരുടെ പ്രസ്ഥാനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഈ അടുത്ത് ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ഒരാൾ ചോദിച്ചു, മുസ്തഫ ഫൈസി ഞങ്ങളിലേക്ക് വന്നില്ലേ, അതുപോലെ നിനക്കും വന്നൂടെ എന്ന് ചോദിച്ചു. അത് മുസ്തഫ ഫൈസിയാണ്. മുസ്തഫ ഫൈസിനോട് പണ്ട് തന്നെ നമ്മൾ ഉസ്താദുമാരെ വല്ലാത്ത പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന് ഞാൻ അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിനും ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പൊ വിളിച്ചു ചോദിച്ചാണ്. അപ്പൊ മുസ്തഫ ഫൈസി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായപ്പോൾ ഞാൻ മുസ്തഫ ഫൈസിയെ വിളിച്ചിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു. ഫോണിൽ ചോദിച്ചപ്പോൾ, എങ്ങനെ നിങ്ങൾ ആ മുടി ശരിയില്ല എന്ന് പറഞ്ഞ ആളല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ നിൽക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ മുസ്തഫ ഫൈസി എന്നോട് തിരിച്ചു ഒരൊറ്റ ചോദ്യം, മുസ്തഫ ഫൈസി ആണല്ലോ, മുസ്തഫ ഫൈസി നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ മുസ്തഫ ഫൈസി നിങ്ങളെ ശരിയാക്കി തന്നിട്ടേ വരുള്ളൂ, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ വരുള്ളൂ. മുസ്തഫ ഫൈസി ആണോ ഒക്കെ ശരിയാക്കിയിട്ട് വരുള്ളൂ. മുസ്തഫ ഫൈസി എന്നോട് ചോദിച്ചു, ആ മുടിയിൽ വിശ്വാസമില്ലാത്ത പൊന്മളയും പേരോടൊക്കെ അവിടെ ഇല്ലേ? എങ്ങനെയുണ്ട് ചോദ്യം? ആ മുടിയിൽ വിശ്വാസമില്ലാത്ത പേരോടും പൊന്മളൊക്കെ അവിടെ ഇല്ലേ, പിന്നെ ഞാനും പോയാൽ എന്താ പ്രശ്നം? അങ്ങനെ പേരോടും പൊന്മളയും എന്താണോ ലക്ഷ്യമാക്കുന്നത് അതുതന്നെയാണ് മുസ്തഫ ഫൈസിയുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ വന്ന ആളുകളോട് മുഴുവൻ അവരെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് പരത്താറുള്ളത്. പക്ഷേ ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വേദികൾ, ഇതുപോലുള്ള വേദികളിൽ നിന്നുകൊണ്ട് ഹമീദ് ഫൈസി പ്രസംഗിക്കും, ഫൈസി ഉസ്താദ് പ്രസംഗിക്കും, അതുപോലെ ഹുദവിമാർ പ്രസംഗിക്കും, നാസർ ഫൈസിയെ പോലെ സമസ്തയുടെ ഉസ്താദുമാരെ പോലെ പലരും പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗങ്ങളുടെ വേദിയെ ചതുർത്ഥിയോടെ നോക്കി നിന്ന ഒരാൾ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നു, കാന്തപുരം മാറിയാലും ഞാൻ മാറൂല.
അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രത്തോളം ആ പ്രസ്ഥാനത്തിൽ ആണ്ട് പൂണ്ടു എന്ന് മലയാള പദപ്രയോഗത്തിന് എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ആണ്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ തുറന്നു വെച്ച വാതിലുകൾ സമസ്ത ആദർശം പറഞ്ഞുകൊണ്ട് തുറന്നു വെച്ചപ്പോ സമസ്തയാണ് സത്യമെന്ന് ബോധ്യപ്പെടാൻ അള്ളാഹു വഴിയൊരുക്കി തന്നു. അത് ഹബീബിനെ സ്നേഹിക്കുന്നവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നു വെക്കുന്ന പാതയാണ്. തിരുനബി തങ്ങൾക്കെതിരെ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചു വന്നപ്പോ ആ പ്രചരണങ്ങളെ ബോധ്യപ്പെടുന്ന തെളിവുകൾ മുന്നിൽ വന്ന് ലൈവായി നിന്ന് കാണിച്ചു തന്നു. ആ തെളിവുകളിലൂടെ സഞ്ചരിക്കാൻ 1 വർഷം എനിക്ക് സമയം കിട്ടി. ആ തെളിവുകൾ ഒന്നും ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല. ആ തെളിവുകൾ വെച്ച് ഇത്ര കാലായി ഞാൻ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വെല്ലുവിളിച്ച് നടക്കുന്നു. ഒരു സ്ഥലത്ത് പോലും ഇവിടെ വന്ന് പ്രസംഗിച്ച ഒരാളുണ്ട്. അയാൾ ഇവിടെയും പ്രസംഗിച്ചു, മാവൂർ ഒരു സ്ഥലത്തും പ്രസംഗിച്ചു. എന്തോ അള്ളാഹുവിൻ്റെ കലാ 2 സ്ഥലത്തും ഞാൻ തന്നെയാണ് ഉള്ളത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇവർക്ക്, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നൊന്നുമില്ല, അതിനിടയിൽ പറയാണ്, ഇവർക്ക് ഒരുപാട് മദ്രസകളുണ്ട്. അത്ര 25,000 മദ്രസ എന്നാ പണ്ട് പറയാറുള്ളത്. അത് പിന്നെ നമ്മളൊക്കെ കൂടി കണക്കൊക്കെ കൂട്ടിയപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി കണക്ക് ശരിയില്ല. അപ്പൊ കണക്ക് മാറ്റി. ഇപ്പോ 8,000, 9,000, 10,000 മദ്രസൊക്കെ വീണ്ടും ഇവർക്കുണ്ടത്രേ. നമ്മളെത്ര മദ്രസ. എന്നിട്ട് അയാൾ വെല്ലുവിളിക്കുന്നുണ്ട്. ഇവിടുന്ന് വെല്ലുവിളി നടത്തിയോന്നറിയില്ല. 2 പ്രസംഗം കേട്ടോണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എവിടുന്നാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പറഞ്ഞ ആൾ അയാൾ തന്നെയാണ്. പറഞ്ഞ ആളെ സഖാഫിക്ക് നന്നായിട്ട് അറിയാം. അതൊരു സഖാഫി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞെന്താ, കേരളത്തിലെ മഹല്ലുകളിൽ മുഴുവൻ, ഇത് ഓൺലൈനിലൂടെയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കേൾക്കുന്നുണ്ടല്ലോ, സമസ്തക്ക് 9,000 ചില്ലാനം മദ്രസയാണുള്ളതെങ്കിൽ സമാനമായ എണ്ണം ഇവർക്കുമുണ്ടെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുഹമ്മദ് അലി സഖാഫി വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ മദ്രസ തെളിയിച്ചു തരാൻ ചേളാരിക്കാരെ നിങ്ങൾ ഞങ്ങളെ കൂടെ പോന്നോളൂ, ബസിന്റെ പൈസ ഞങ്ങൾ എടുക്കാം, എന്നിട്ട് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഇത്രയും മദ്രസയുണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. ആണത്തത്തോടെ. സമസ്തക്കാരൊന്നും വേണ്ട. എന്തിനാണ് സമസ്തക്കാരങ്ങളെടുത്ത്? ഞാനും സമസ്തക്കാരൻ തന്നെയാ, പക്ഷെ പഴയ സമസ്തക്കാരൊന്നും വേണ്ട. കാരണം നമ്മളെ വീട്ടിലെ ഉമ്മമാരൊക്കെ വലിയ പാത്രത്തിൽ ചോറുണ്ടാക്കും. ആ ചോറുണ്ടാക്കുന്ന സമയത്ത് ഉമ്മമാരെന്താ ചെയ്യാറുള്ളത്, ചോറൊക്കെ വെന്തോ നോക്കാൻ വേണ്ടി മൊത്തമായി എടുത്തിങ്ങനെ നോക്കൂല്ല, ഒരു കയ്യിൽ കുറച്ച് കോരി എടുത്ത് ഒന്നെടുത്ത് ഇങ്ങനെ ആക്കി, അത്രല്ലേ വേണ്ടുള്ളൂ. അപ്പൊ തന്നെ എല്ലാം റെഡിയായി എന്ന് മനസ്സിലാവും, ഇല്ലെങ്കിൽ ആയില്ല. അതുപോലെ അങ്ങനെ ബോധ്യപ്പെടാൻ ഒന്ന് നോക്കിയല്ലേ വേണ്ടൂ. അത് നോക്കാൻ ആരും മതിയല്ലോ വീട്ടിലുള്ള. ആ നിലയിൽ സമസ്തക്കാരനായ, സമസ്തയിലേക്ക് കടന്നു വന്ന നിങ്ങളെ അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറയാം, നമ്മൾ പറയാറില്ലേ, മൂട്ടനെ കൊല്ലാൻ വേണ്ടി ഒലക്കെടുക്കാറില്ല, അതിങ്ങനെ തന്നെയുള്ളൂ. അതും ഇതുപോലെ ഇവിടെയുള്ള ആരും വേണ്ട, പഴയ ആളുകൾ ആരും വേണ്ട. ഞാൻ വരാം നിങ്ങളുടെ കൂടെ. കേരളം എന്നല്ല, നിങ്ങൾ ലോകം പറയുന്നത് എത്ര വലുപ്പത്തിലും ദൂരത്തിലുമാണോ അവിടെ മുഴുവൻ ഞാൻ വരാം. എന്നിട്ട് നിങ്ങൾ 3000-ന്റെ മേലെ മദ്രസ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അന്ന് നിങ്ങളെ കാന്തപുരത്തിന്റെ കാല് പിടിച്ച് നമുക്ക് വേറെന്തെങ്കിലും പറയാം. ഞാൻ റെഡിയാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, സ്റ്റേജിൽ നിന്ന് നടത്തിയ വെല്ലുവിളിയാണിത്. അത് ഒന്നുകിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മാവൂർ പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ഥലത്തായാലും പറഞ്ഞ ആളെ ഒന്നാണ്. ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ചെലവ് നിങ്ങൾ തരാന്ന് പറഞ്ഞു. നിങ്ങൾ തരണ്ട, നിങ്ങൾ ഇവിടുന്ന് കിട്ടി 25 ലക്ഷം ഉണ്ടല്ലോ, അതിന് എടുത്തോളാം ഞാൻ. നിങ്ങളെ ചെലവ് ഏതായാലും വേണ്ട. കാരണം നിങ്ങൾ അത് യതീം കുട്ടികളുടെ മർക്കസിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പെട്ടി പൊളിച്ചു കൊണ്ടുവരുന്നാണോ എന്നറിയില്ല. അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് ഇവിടുന്ന് തന്ന, നിങ്ങളെ ഭാഷയിലുണ്ടല്ലോ വാദത്തിന്, ഇവിടുന്ന് തന്ന പൈസ ഉണ്ട്, അതിലങ്ങോട്ട് പോന്നോളാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പിരിവെടുത്തോളാം, ജനങ്ങളോട് വാങ്ങിച്ചോളാം. ഏതായാലും ഇത് പറഞ്ഞു വന്നത് എന്തിനായിരുന്നു ഇവർ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിൽ ഇങ്ങനെ നമ്മളെ ഉസ്താദുമാരൊക്കെ വേദികളിൽ കയറി നിന്ന് പ്രഭാഷണം നടത്തുമ്പോ ഈ സമസ്തയുടെ നേതാക്കളുടെ പ്രസംഗങ്ങൾ ഒന്നും കേൾക്കാൻ പാടില്ലെന്നോ ഇല്ലെന്ന് പറയുകയോ, അല്ലെങ്കിൽ ഇത്തരം പണ്ഡിതന്മാരുടെ പ്രസംഗം വളരെ ചതുർത്ഥിയോടെ ദൂരെ നിന്ന് കേട്ടിരുന്ന ഞങ്ങൾക്ക് അവസാനം ഇത് ഒന്നും ഈ പറയുന്ന രൂപത്തിൽ മാറി നിൽക്കേണ്ടതല്ലെന്നും, ഇത് യഥാർത്ഥത്തിലുള്ള സമസ്തയാണെന്നും ഈ സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്നും തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടാവുകയാണ്. അതിനൊരുപാട് കാരണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഷംസുൽ ഉലമക്ക് പിഴച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞു നടന്ന ആളുകൾ ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ടത്.
ശംസുലുലമയുടെ പേരിൽ പിഴച്ചു എന്നുള്ള വാക്കൊക്കെ ഇപ്പൊ ഒന്ന് മാറ്റി. എന്നിട്ട് പറയാ ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും ഞങ്ങൾ ആളുകളാണ്. എന്നിട്ടൊരു വിശദീകരണമുണ്ട്. 96 കാലഘട്ടത്തിലുള്ള അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സമസ്തയുടെ ഉസ്താദുമാരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് പറയാ, അന്ന് ജീവിച്ചിരുന്ന, അന്ന് സമസ്തയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവരെ കൂട്ടത്തിലേ ഇപ്പൊ ബാക്കിയുള്ളൂ, നമ്മളെ കൂട്ടത്തിൽ ആരും ഇല്ല. എത്ര ഇവിടെ എണ്ണിയില്ലേ? സാദിഖ് ഉസ്താദിന് എണ്ണിയില്ലേ? ആലിക്കുട്ടി ഉസ്താദിന് എണ്ണിയില്ലേ? ഇവരൊക്കെ പിന്നെ എവിടെ ആയിരുന്നു എന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്നിട്ട് പിന്നെ പറയാ, നേരത്തെ ഉസ്താദ് എന്താ എണ്ണിയത്? ഈ കാലത്ത് ജീവിച്ചുപോയ 34 മഹാന്മാരുടെ വഫാത്തിന്റെ നിമിഷങ്ങളിലെ അർത്ഥപൂർണമായ അടയാളങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പ്രസംഗിച്ച ആൾ അതല്ല പറഞ്ഞത്. ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞു, ഈ 89 ശേഷം ആ സംഘടനയിൽ അന്നുണ്ടായിരുന്ന, അന്നത്തെ സമസ്തയിലുണ്ടായിരുന്ന, ഇവര് പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന. നമ്മൾ പറയുന്നത് ഇവരെ പുറത്താക്കിയെന്ന. എങ്ങനെ വന്നാലും ഇവർ പുറത്തു തന്നെയാണ്. ഇറങ്ങിപ്പോന്നാലും പുറത്താക്കിയാലും പുറത്തു തന്നെയല്ലേ. അപ്പൊ അകത്തുണ്ട് എന്ന് അവർക്ക് പോലും അഭിപ്രായമില്ല. അപ്പൊ ഈ പോയ ആളുകൾ, അന്ന് ആ ഇറങ്ങിപ്പോയ ആളുകളിലും അന്നും യോഗങ്ങളിലുണ്ടായിരുന്ന ആളുകളെ വെച്ചിട്ട് ചോദിക്കുകയാണ്, ഈ 89 ശേഷം വിശുദ്ധ കഅബക്കുള്ളിൽ കയറാൻ ആർക്കാ കഴിഞ്ഞത്? ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. വിശുദ്ധ കഅബക്കുള്ളിലേക്ക് ആര് കയറിയാലും അവർ നല്ല നിയത്തോടെയാണെങ്കിൽ അവർക്ക് കൂലി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ എന്തുവാ. നിങ്ങളെ സംഘടനന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മുഴുവൻ കയറിയാലും ഞങ്ങൾക്ക് എന്താ? അള്ളാഹുവിന്റെ ഖലായിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കയറിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. കഅബക്കുള്ളിൽ കയറി എന്നുള്ളതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധമായ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രം എടുക്കണ്ട, അതിനു മുമ്പ് തന്നെ, പിളരുന്നതിന് മുമ്പ് നിങ്ങൾ പിളർത്താൻ അന്ന് പറഞ്ഞ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി ശംസുൽ ഉലമ സമസ്തയെ കെട്ടുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അന്നേ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സമസ്തയെ കെട്ടാൻ പറ്റുന്ന വലിയ ആല എവിടെയില്ല, ലീഗിനെ കൊണ്ട് കെട്ടാൻ പറ്റുന്ന ആല അല്ല ഇത് രണ്ടും രണ്ടായി തന്നെ പോകും. അങ്ങനെ തന്നെ പറയാറുള്ളത്. അപ്പൊ സമസ്തയെ ലീഗിന്റെ ആലയിൽ കെട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പിളർത്താൻ രണ്ടാമത്തെ കാരണം പറഞ്ഞതാണ്. എന്നാ ഞാൻ ചോദിക്കുന്നു, ഈ പറഞ്ഞ സമസ്ത നിങ്ങൾ തകർക്കാൻ ശ്രമിച്ച 89 ശേഷം നിങ്ങൾ സമസ്ത മോശമായി എന്ന് പറയാൻ കാരണമാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പറയൂ നിങ്ങൾ മറുപടി. കഅബയാണ് മാനദണ്ഡമെങ്കിൽ ഇനി ഞാൻ ഇത് എണ്ണാൻ പോവാണ്. മംഗലാപുരം എൻ്റെ പ്രവർത്തന കേന്ദ്ര. ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഏകദേശമൊക്കെ ഫത്തഹായി വരുന്നുണ്ട്. അത് അവസാനം വരെ അടി മാന്തിയിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് വരുള്ളൂ. അത് സമസ്തക്ക് വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ കാരണമല്ല, ദീനിന് വേണ്ടിയാണ്. ആ മംഗലാപുരത്തിനടുത്ത് ഉപ്പിനങ്ങാടിക്കടുത്തൊരു റഫീഖ് എന്നോ മറ്റോ പേരുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് സൗദി അറേബ്യയിൽ. അവൻ പറയാറുള്ളത് തന്നെ ഈ വിഭാഗം പിഴച്ചവരാണെന്നാണ്. അയാൾ പ്രവർത്തിക്കുന്നത് SKSSF-ലാണ്. കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറിയ, കഅബാലയം കഴുകുന്ന സമയത്ത് അകത്തു കയറിയ SKSSF-ന്റെ പ്രവർത്തകനാണ്. എന്തു പറയുന്നു? അയാൾ പറയുന്നത് നിങ്ങളെ നേതാക്കളും പ്രവർത്തകരും നിങ്ങൾ ഈ അകത്ത് കഅബയിൽ കയറി എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, അയാളടക്കം പിഴച്ചുപോയി എന്നാണ് ഈ കഅബക്കുള്ളിൽ കയറിയ ഈ മനുഷ്യൻ പറയുന്നത്. ഒരുപാട് ആളുകൾ എണ്ണാനുണ്ട്. നമുക്കറിയാം, JDT എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം കോഴിക്കോട് വെള്ളിമാട് കുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ ആശയം മുജാഹിദ് ജമാഅത്ത് മിക്സഡ് ആശയമായിരുന്ന ഹസൻ സാഹിബ് ഉണ്ട്, മരണപ്പെട്ടു പോയി അദ്ദേഹം. ഹസനാജി ഒരുപാട് ഹജ്ജുകൾ ചെയ്ത മനുഷ്യനാണ്. 926 ശേഷം കേരളത്തിലേക്ക് കടന്നു വന്ന ബിദ്അഈ പ്രസ്ഥാനത്തിലെ അംഗമാണ് അദ്ദേഹം. സമസ്തയാണ് സത്യമെന്ന് പറഞ്ഞ് സമസ്തയുണ്ടാക്കിയ ഖുത്ബുസ്സമാൻ ബാലവി തങ്ങളുടെ ആശയത്തിനെതിരെ ജീവിച്ചു വന്ന മനുഷ്യനായിരുന്നു അയാൾ. ആ മുസ്ലിം സമൂഹത്തിനിടയിൽ വന്ന ബിദ്അത്തിന്റെ കക്ഷിയുടെ നേതാവാണ് അയാൾ. 6-7 തവണ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പറയുമോ നിങ്ങൾ ഹസനാജി ഞങ്ങളെ നേതാവാണെന്ന് പറയാൻ നിങ്ങൾക്ക് ചെങ്കുറ്റമുണ്ടോ? പുതിയ മാറ്ററാണ്. അളക്കാൻ പിന്നെ വേറെ കിട്ടില്ല, മരണം അളക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അളക്കാൻ പറ്റിയ പരിപാടി കഅബാലയത്തിനുള്ളിൽ കയറിയതാ. എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു,
ഇങ്ങനെ മഹാന്മാരെ എണ്ണിയതിന് പകരം വേറൊന്നെണ്ണ നമുക്ക്. മഹാന്മാരായ ഔലിയാക്കളുടെ പട്ടിക നീണ്ടു ഒരുപാടുണ്ട്. ഗൗസുൽ ആലം തങ്ങളെ നമുക്കെടുക്കാം. ബഗ്ദാദിലെ ഏതെങ്കിലും കോടതിയിൽ ആ മഹാനവറുകളുടെ മുരീദോ സ്നേഹിക്കുന്നവരോ ജനങ്ങളിൽ ആരെങ്കിലുമോ അഴിമതി കേസിന്റെ പേരിൽ ആ കോടതിയിൽ അവരുടെ പേരിൽ ആരോപണം ഉന്നയിച്ചതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇങ്ങനെ കൊണ്ടുവരും, അതാ രസം. നിങ്ങൾ പറയുന്ന നേതാക്കൾ എത്ര പേരുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ കിടക്കുന്നുണ്ട്? അതല്ലേ നല്ലത് എണ്ണാൻ. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തെ ഏറ്റവും ശുദ്ധമായ അടയാളങ്ങൾ തന്നിട്ട് കടന്നുപോയ മഹാന്മാരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പറയുന്ന കാബക്കുള്ളിൽ കയറിയോ ഇല്ലയോ എന്നുള്ളതല്ല. കാബക്കുള്ളിൽ കയറാൻ കഴിഞ്ഞ പലരുടെയും ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് മുമ്പും ശേഷമൊക്കെ ഉണ്ട്. ഒക്കെ ശരിയാണ്. അങ്ങനെയാണ് നിങ്ങൾ അതിനേക്കാൾ വലുതല്ലേ ഈ കാബ കഴുകേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് മുജാഹിദ് ഭരണകൂടമായ സൗദി അറേബ്യയിലെ വഹാബി ഭരണകൂടമല്ലേ? റൗള ഷെരീഫ് പോലും കൊണ്ടു നടക്കുന്ന അവരാ. നിങ്ങളെന്താ പറയാ? അതുകൊണ്ട് വഹാബികൾ ശരിയാണെന്നാണോ? ഒരു കാരണമായി എണ്ണിയ കാരണം ഇവർ കരുതിയത് ഇതങ്ങോട്ട് പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ കരഞ്ഞു പറയാൻ. നിങ്ങളെ കുടുംബക്കാരൻ തന്നെ പറഞ്ഞ്, സ്വന്തം കുടുംബം. ഇനി മൂപ്പർക്ക് വിഷമം വേണ്ട, മൂപ്പരെ ഭാര്യൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് തന്നെയാണ്. ജ്യേഷ്ഠത്തി അനിയത്തി അങ്ങനെ ആ ഒരു ബന്ധമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ മൂപ്പരെ തന്നെ സാക്ഷിയാക്കി പറയാലോ. കാരണം ഇങ്ങനെയൊക്കെ കേട്ടാൽ അവർക്കൊക്കെ കുടുംബത്തിൽ ഭയങ്കര വിഷമമുണ്ടാവും. നന്നായിട്ട് അവർക്കൊക്കെ അതിൻ്റെ പീഡനം ഉണ്ടാവും. പിന്നെ എൻ്റെ നേരെ ആരും വരാറില്ല പണ്ടേ. അങ്ങനെ അത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം, അതുകൊണ്ട് വരാറില്ല. എല്ലാവരും വലിയ ആളുകളൊക്കെ തന്നെയാണ്, പക്ഷെ ആരും വരാറില്ല, വന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ അദ്ദേഹം എണ്ണുന്നത് ഈ ഒരു രൂപത്തിലാ. ഇങ്ങനെ എണ്ണുന്ന എന്തിനാ? നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ 10-20 കൊല്ലം മുമ്പ് നടന്ന 10-25 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്കത് ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, SSFന്റെ ചരിത്രം പറയുന്നിടത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു ചരിത്രമുണ്ടായിരുന്നു. എന്താ? മഹാനായ ശംസുൽ ഉലമയുടെ സഹോദരൻ EK ഹസൻ മുസ്ലിയാർ ബിദ്അത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു. EK ഹസൻ മുസ്ലിയാർ വഫാത്താവുന്ന സമയത്ത് ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചു. എന്താ കത്തിലുള്ളത്? EK ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം ആവണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ഒക്കെ കാഫറായിട്ടുണ്ട്, അതിന്റെ ദുരന്തം കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മരിക്കാൻ കിടക്കുന്ന ഒരു സുന്നി പണ്ഡിതനോട് ചോദിച്ച ചോദ്യമാണ്. ഇവർക്കൊരു മാനവികതയുമില്ല. മുജാഹിദ് ചോദിച്ച ചോദ്യമാണ്. മുജാഹിദ് ഒരിക്കലും സമാധാനത്തിന്റെ പ്രസ്ഥാനമാണെന്ന സമസ്തക്ക് അഭിപ്രായമേ ഇല്ല. പിന്നെ പൊതു പ്ലാറ്റ്ഫോമിൽ എന്തുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വലിച്ചു കീറിയില്ല എന്ന് ചോദിച്ചാൽ അത് സമസ്തയുടെ റഹ്മാണ്, അത് കാരുണ്യമാണ്. കാരണം നിങ്ങൾക്കും നന്നാവാൻ ഒരു വഴി. അല്ലാതെ നിങ്ങളുടെ പിഴവിന് അടയാളങ്ങളില്ലെന്നോ തെളിവില്ലെന്നോ ഇല്ല. കേരളത്തിലെ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് എഴുതി വെച്ച പുസ്തകം മലയാള ഭാഷയിൽ മുജാഹിദുകളുടേതായി ഇന്നും നിലനിൽക്കുന്നുണ്ട്, പഴയ കാലത്ത് എഴുതി വെച്ചത്. അതിലൊരാളാണ് കേരളത്തിലെ എല്ലാവരെയും മുശ്രിക്കാക്കി കാഫിറാക്കി പോയിട്ട് സൽസബീൽ എന്ന തൻ്റെ സ്വന്തം മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ട് EK ഉസ്താദ്, ശംസുൽ ഉലമ, KV ഉസ്താദ് തുടങ്ങിയ എല്ലാവരെയും കാഫിറാക്കി. എന്നിട്ട് അവസാനം മുമ്പ് ആ സൽസബീലിന്റെ അവസാനത്ത് പറയുന്നുണ്ട് തുടരും. കാരണം കാഫിറാക്കിയ ആളുകളുടെ പേരാണ്, തീർന്നിട്ടില്ല, അടുത്തതിൽ ബാക്കി കൂടി കണ്ട്. ആ പറഞ്ഞയാള് EK ഹസൻ മുസ്ലിയാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരുപാട് തവണ പതറിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടേ ഇല്ല. അതിനിടയിൽ ഓർമ്മ വരികയാണ്, ഇപ്പൊ മംഗലാപുരത്ത് കഴിഞ്ഞ മാസം ഒരു വാദപ്രതിവാദം നടന്നു. വാദപ്രതിവാദം നടന്നത് നമ്മുടെ, അഥവാ ഞാനും സഖാഫിയും പണ്ടുണ്ടായ സംഘടനയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ജിന്ന് വിഭാഗത്തിലെ മറ്റൊരു ഉപവിഭാഗമുണ്ട്. അതിൽ തന്നെ കുറെ വിഭാഗമുണ്ട്. സുഹൈൽ യൂസുഫ് എന്ന പേരുള്ള ഒരു എഞ്ചിനീയറായ പണ്ഡിതൻ, ഗൾഫിലുള്ള ആളാണ്. വ്യക്തിപരമായി ഞാൻ അയാളുമായിട്ട് ബന്ധമുണ്ട്. ആശയം പറയാനുള്ള ബന്ധം തന്നെയാണ്. അല്ലാതെ ഇവരെ പോലെ ദൂരെ നിന്നിങ്ങനെ പകച്ചു നിൽക്കുന്ന, കാരിരുമ്പോൾ കറുത്ത മുഖമായിട്ട് ഇങ്ങനെ നിൽക്കാറില്ല. പറയാനുള്ളത് നേരിട്ട് പറയും, മുഖത്ത് നോക്കി പറയാം. ഇവരിങ്ങനെ നിൽക്കും, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറക്ക് മുന്നിൽ വരാതെ പിരിവ് നടത്തും. ഈ പരിപാടിയല്ല ഞങ്ങൾക്കുള്ളത്. തുറന്ന് സത്യം പറയാനുള്ള അവസരം. ഈ പണ്ഡിതനും ഈ മുജാഹിദ് പണ്ഡിതനും AP വിഭാഗത്തിന്റെ കർണാടകയിലെ വലിയൊരു സഖാഫി പണ്ഡിതനും തമ്മിലാണ് വാദപ്രതിവാദം. സുന്നി ആശയത്തിലാണ്.
ഇവർ വാദപ്രതിവാദം ഞാൻ ഓൺലൈനിലൂടെ കേട്ടു. ഞാനൊന്ന് മഞ്ചേശ്വരത്താണുള്ളത്. അങ്ങനെ ഓൺലൈനിലൂടെ കേട്ട് സത്യത്തിൽ സുന്നി പാരമ്പര്യത്തിന് നിരക്കാത്ത രൂപത്തിൽ അവിടെ മുജാഹിദിനോട് ഇയാൾ പറഞ്ഞു, പതറി, പരാജയപ്പെട്ടു. നമ്മൾ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. ആ വാദങ്ങളെ, സുന്നികളുടെ പേരിൽ പറഞ്ഞ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ സംവാദം നടന്നാൽ അത് എടുത്ത് നടക്കുന്ന ആളുകളാണ്. ഇവരത് എടുത്ത് നടന്നു പോലില്ല. മുജാഹിദും കൊണ്ടു നടന്നില്ല, ഇയാളും കൊണ്ടു നടന്നില്ല. കാരണം എന്താ? പണ്ട് കള്ളൂടിയും കൈമുട്ടിയ പോലെ തന്നെ ആ പരസ്പരം മുട്ടൂല്ലല്ലോ. രണ്ടാളുകൾക്കും അതിൽ വിശ്വാസക്കുറവുണ്ട്. അങ്ങനെ മുജാഹിദിന്റെ മുന്നിൽ ഇയാൾ പതറാണ്. പതറിയിട്ട് അയാൾ പരാജിതനായിട്ട് സംവാദമൊക്കെ കേട്ടു. വൈകുന്നേരം ട്രെയിനിന് ഞാനിങ്ങനെ മഞ്ചേശ്വരത്ത് നിന്ന് ട്രെയിനിലേക്ക് കയറിയപ്പോൾ കുറേ വലിയ താടിയുള്ള മനുഷ്യന്മാരെ കണ്ടു. ഞാൻ അതിനകത്ത് കയറിയുന്നപാട് കുറേ ആളുകൾ എന്താ രാമന്തളിയും ചോദിച്ച് പരിചയം പുതുക്കും. അപ്പം എനിക്ക് മനസ്സിലായത് ഈ സുഹൈൽ യൂസുഫാണ് ആ ട്രെയിനിലുള്ളത്. സംവാദം കഴിഞ്ഞ് വരികയാണ്. സുഹൈൽ യൂസുഫിൻ്റെ പ്രത്യേകത ഓൺലൈനായിട്ട് രാത്രി എല്ലാ പരിപാടിയും കേൾക്കുന്ന ആളാണ്. ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് മുജാഹിദിനെതിരെ പറയുന്നൊക്കെ മൂപ്പര് കേൾക്കും. അപ്പം ഈ സുഹൈൽ യൂസുഫ് എന്നോട് ചോദിച്ചു, ഇന്നത്തെ വാദപ്രതിവാദം കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ടേ. എങ്ങനെയുണ്ട് നിങ്ങളെ സുന്നി? അദ്ദേഹം ഉദ്ദേശിച്ചത് കാന്തപുരം വിഭാഗം ആയതുകൊണ്ടാണ്. നിങ്ങളെ കാന്തപുരം വിഭാഗം പരാജയപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. അപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ സത്യത്തിൽ സുന്നിസത്തിന് തെളിവുകളില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ഒരുപാട് വാദപ്രതിവാദത്തിൽ മധ്യസ്ഥനായിട്ടും അല്ലാതെ സുന്നിപക്ഷത്തും ഉസ്താദിൻ്റെ നാട്ടിൽ തന്നെ വല്ലപ്പുഴയിൽ ഒരു 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം കോളാക്കിയതിൽ, മറ്റ് 2 പ്രാവശ്യം അല്ലാത്തതിൽ, അങ്ങനെയൊക്കെ പലതിലും അവിടെ തന്നെ മുജാഹിദുകൾക്കെതിരെ വല്ലപ്പുഴയിൽ ഇല്ലാത്ത മുജാഹിദ് ഉണ്ടാക്കിയത് ഏൽപ്പിക്കാരാന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്, ഉസ്താദ് അനുഭവിച്ചതുമാണ്. ആ പരിപാടികളിലെല്ലാം ഇരുന്ന പരിചയമുള്ള എനിക്കറിയാം ആദർശപരമായ വിജയപരാജയങ്ങളുടെ നിദാനങ്ങളെല്ലാം. അവിടെ ഇയാളോട് ഞാൻ പറഞ്ഞു, ഇത് സുന്നിസത്തിന്റെ പരാജയമായിട്ട് ഞാൻ കാണുന്നില്ല. മുജാഹിദും അർദ്ധമുജാഹിദും തമ്മിൽ നടന്ന സംവാദത്തിൽ അർദ്ധമുജാഹിദുകൾ പരാജയപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ ഇയാൾ ചോദിച്ചു എന്താ കാരണം? ഞാൻ പറഞ്ഞു നിങ്ങൾ പൂർണ്ണ മുജാഹിദ്, റസൂലുള്ളാഹിക്ക് നിഴലുണ്ട്, മൂജിസത്ത് മുറിയും, മൂജിസത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ഒരാൾ വിളിച്ചു തേടുന്ന ഇസ്തിആസ ഷിർക്കാണ് എന്ന് പറയുന്ന പൂർണ്ണ മുജാഹിദ് നിങ്ങൾ. ഇത് രണ്ടും ചേർന്ന നിഴലുണ്ട്, മൂജിസത്ത് മുറിയും, ഈ 2 വാദമേ ഉള്ളൂ. ഇപ്പോ കുറച്ച് പുതിയത് വേറെയുണ്ട്. മറ്റു പൂർണ്ണ മുജാഹിദാണ്. എങ്ങനെ വന്നാലും ഒരു അർദ്ധ സുന്നിയും പൂർണ്ണ സുന്നിയും തമ്മിൽ വാദപ്രതിവാദം നടത്തിയാൽ ആരാ ജയിക്കുക? പൂർണ്ണ സുന്നിയാണ് വിജയിക്കുക, അർദ്ധ സുന്നി പരാജയപ്പെടും. അതുപോലെ പൂർണ്ണ മുജാഹിദും അർദ്ധ മുജാഹിദും തമ്മിലുള്ള സംവാദത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ ആളെ ഞങ്ങൾ കാണുന്നത് അർദ്ധ വഹാബിയുടെ അറിവില്ലായ്മയുടെ പരാജയമായിട്ടാണ്. അത് സുന്നിയായി ഞങ്ങൾ കണക്ക് കൂട്ടാറില്ല. അതുകൊണ്ട് സുഹൈലിനോടൊരു കാര്യം പറയാനുണ്ട്. സുഹൈലെ, നിങ്ങൾ സംവാദം നടത്തി ജയിച്ചത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് തൽക്കാലം ഒരു അനൗദ്യോഗിക ഫുട്ബോൾ കളിയായിട്ട് ഇത് നിങ്ങൾ കണ്ടാൽ മതി. ഔദ്യോഗികമായ ഒരു ആദർശ സംവാദത്തിന് സമസ്തയുമായി തയ്യാറുണ്ടെങ്കിൽ ഞാൻ കണ്ണൂർ ജില്ലാ SYSന്റെ ആദർശ വിങ്ങിലെ ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രവർത്തകനാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കണ്ണൂർ ജില്ലയിൽ നടത്തണമെങ്കിൽ ഞാൻ ഇടപെട്ടാൽ മതി. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇസ്തിഖാമയുണ്ട്, മറ്റു പലതുണ്ട്. എല്ലാവരും റെഡിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വാദപ്രതിവാദത്തിന് ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ സുഹൈൽ യൂസുഫ് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഇതാണ് സമസ്ത. പാരമ്പര്യമായി വിശ്വാസികൾക്കിടയിൽ ആദർശത്തിന്റെ ബോധനം നൽകേണ്ടുന്ന അനിവാര്യതകളുള്ളപ്പോ സമസ്ത പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ വിളിക്കുകയാണ്. ഇപ്പൊ ഹമീദ് ഫൈസി പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് വെല്ലുവിളിച്ചു. പണ്ടൊക്കെ വാദപ്രതിവാദം എന്ന് പറയുമ്പോൾ ചാടി വീണ ആളുകൾ ഇപ്പൊ മിണ്ടാറില്ല. എന്താ പേടി? കാരണം എന്താ? മുജാഹിദിന്റെ മുന്നിൽ നിന്ന് വാദപ്രതിവാദം നടത്തുമ്പോൾ സദസ്സെങ്ങാനും ഒന്ന് തലയിൽ കൈവച്ച ഇവർക്ക് സംശയം വരും, ഇത് വേറെന്തോ ആണ് പറയുന്നത്. തലയിൽ ഇങ്ങനെ കൈവെക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇല്ലില്ല, ഞങ്ങളില്ല വാദപ്രതിവാദത്തിന് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ജാമിയിൽ നിന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തോട് നിങ്ങൾക്ക് ആദർശം പറയാൻ അധികാരമില്ലെന്ന് ഹമീദ് ഫൈസി പറഞ്ഞു. മൗലവിമാരെ ഇളകി ചാടി. ഔദ്യോഗിക വിഭാഗത്തിനറിയാം സംവാദം നടത്തിയാൽ പരാജയപ്പെടും, അതുകൊണ്ട് പോകണ്ട. അവരനങ്ങാതിരുന്നു. അപ്പൊ ഫൈസൽ മൗലവി അങ്ങോട്ട് ചാടി എന്നിട്ടു. കാരണം മൂപ്പർക്ക് ഇപ്പൊ എവിടുന്നെങ്കിലും പിടിച്ചു നിൽക്കാനൊരു വഴി വേണമല്ലോ. ഹമീദ് ഫൈസി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നന്നായ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. വെല്ലുവിളി ഏറ്റെടുത്തിട്ട് തന്നെ ഉണ്ട്.
പക്ഷെ ഞാനന്ന് എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു ചോദ്യം ചോദിച്ചു, ഫൈസൽ മൗലവി, നമ്മൾ തമ്മിൽ എന്തിനാ വാദപ്രതിവാദം നടത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ സ്റ്റെപ്പിന്ന് കുറച്ച് താഴെയാണ്, നിങ്ങൾ ശരിയായി വരുന്നുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ യാ ഇബാദല്ലാഹ് യാ ഈനൂനി എന്ന് വിളിച്ചാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് ആ മഹാനവർകൾ അതിന് തെളിവ് പറഞ്ഞതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയാൽ, വഴിയരികിൽ നിന്ന് ആരുമില്ലാതെ സഹായത്തിനാരുമില്ലാത്ത സമയം വന്നാൽ ആ സമയത്ത് സഹായത്തിന് അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ജിന്നുകളോ മലക്കുകളോ വന്ന് സഹായിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ നടന്നു പോകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ അപകടത്തിന്റെ സമയത്ത് നമ്മളെ പിടിച്ചു മാറ്റാൻ ജിന്നിന് കഴിയും എന്ന് പറഞ്ഞവർ തന്നെ ചിലപ്പോൾ തേങ്ങ പറിക്കുമ്പോൾ തെങ്ങിന്റെ താഴെ ജിന്നുണ്ടായാൽ തലയിലേക്ക് വീഴുന്ന തേങ്ങ കാരണം ജിന്ന് മരിച്ചു പോകുമെന്ന് പറയുന്ന അതേ വിഡ്ഢിത്തത്തിന്റെ മുജാഹിദ് തന്നെ രാത്രി കടയടച്ചു പോകുമ്പോൾ മേശയുടെ വലിപ്പിനുള്ളിലേക്ക് ജിന്ന് കയറി നിൽക്കുന്ന സമയത്ത് അത് പൂട്ടിപ്പോയാൽ ജിന്ന് കോപിക്കുമെന്ന് പറയുന്ന അതേ മുജാഹിദ് തന്നെ വീട്ടിലെ സ്ത്രീകൾ മീൻ മുറിച്ച വെള്ളം കൊണ്ടുപോയി പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അത് ജിന്നിന്റെ തലയിലായാൽ, ജിന്നിന്റെ ശരീരത്തിലായാൽ അവകൾ കോപിക്കുമെന്ന് പറയുന്ന അതേ മുജാഹിദ് തന്നെ അവസാനം പറയാറുണ്ട്, മീൻ പിടിക്കുന്ന സമയത്ത് ജിന്ന് ചിലപ്പോ നമ്മൾ വലിയ മീൻ കൊത്തിയിട്ട് മീൻ പിടിക്കുന്നയാള് പുഴയിലേക്ക് വീണാൽ ഏ ജിന്നെ അല്ലെങ്കിൽ യാ ജിന്നെ എന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും വരുമെന്ന് പറയുന്ന പുതിയ മുജാഹിദുകൾ അഥവാ ജിന്ന് വിഭാഗം, ഫൈസൽ മൗലവിയുടെ വിഭാഗമാണ് സമസ്തയെ വെല്ലുവിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഫൈസൽ മൗലവി, ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ ഇത്രയും പഠിച്ചില്ലേ, കിതാബ് നോക്കിയപ്പോൾ ഇത്ര കിട്ടിയില്ലേ? കുറച്ചുകൂടി വ്യക്തിബന്ധം വെച്ചാ പറഞ്ഞത്, കുറച്ചുകൂടി പഠിക്കൂ, ഇമാമിങ്ങളെ മനസ്സിലാക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിഴവിൽ നിന്ന് മനസ്സിലാക്കി അല്പം ഉയരത്തിലേക്ക് വരാൻ കഴിയും. അല്പം ഒന്ന് സ്റ്റെപ്പ് കയറിയാൽ നിങ്ങൾക്ക് യഥാർത്ഥ സുന്നിയാവാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഞങ്ങളോട് സംവാദം നടത്തിയാൽ ഏതുപോലെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കൊടുത്തു. മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഞാൻ റിഫായി ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ആളെ വെല്ലുവിളിച്ച് വാദപ്രതിവാദം നടത്തി എങ്ങനെ ഉണ്ടാവും? അതുപോലെയാവും. കാരണം ഞങ്ങളെ നേതാക്കളായ ഔലിയാക്കളെ ഞങ്ങൾ വിളിക്കുന്നു, നിങ്ങളെ നേതാക്കളായ ജിന്നുകളെ നിങ്ങളും വിളിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ മുജാഹിദുകൾക്ക് അവിടെയും അവരവിടെ നിന്നും വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു എന്നുള്ളൂ. വാദപ്രതിവാദം നടത്താൻ തയ്യാറില്ല. സമസ്തയോട് ഏറ്റുമുട്ടാൻ ആദർശപരമായി അവർക്കും സാധ്യമല്ലെന്ന് അവരും തെളിയിക്കുകയാണ്. ഇങ്ങനെ ആദർശപരമായി സമസ്തയാണ് സത്യമെന്ന് ബോധ്യമുള്ള ഒരു കാലത്ത് സമസ്തയുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഉസ്താദ് പേരിൽ ആരോപണം ഉന്നയിച്ചു, ഷംസുൽ ഉലമയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു. എന്താ ആരോപണം? ആദർശ വ്യതിയാനം, അങ്ങനെ എല്ലാം പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ഇതേ ആള് തന്നെ പറയുന്നത് ഷംസുൽ ഉലമ മഹാനാണെന്ന് മാത്രമല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഇവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഇവർ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. 2-ാമത്തെയോ 3-ാമത്തെ ദിവസം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. അന്ന് ഞങ്ങൾ കേട്ട വാക്കുകളൊന്നും മറന്നിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇവർ അന്ന് പറഞ്ഞത് ഉപ്പും ചാക്കും പോലെ കൊണ്ടു നടക്കുന്നു എന്നാ പറഞ്ഞത്. അത്തും പിത്തും എന്നാണ് പറഞ്ഞത്. ഇന്ന് സഖാഫി ജോലി ചെയ്യുന്ന നന്ദി ദാറുസ്സലാമിൽ ചെന്ന് ഷംസുൽ ഉലമ എന്ന ശിഷ്യന്റെ മുന്നിൽ നിന്ന് ഒളു ഉണ്ടാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച കണ്ണിയത്ത് ഉസ്താദിന്റെ ആ കണ്ണുകൾ നിറഞ്ഞുള്ള ഒളുവിന്റെ അനുഭവത്തെ അത് കണ്ടു നിന്നവർ കേട്ടു നിന്നവർ വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ? എനിക്ക് അത്തും പിത്തുമെന്ന് ചിലർ പറയുന്നുണ്ട് എന്നാ. അങ്ങനെ എനിക്ക് സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് മഹാനായ ഷംസുൽ ഉലമയോട് ചോദിച്ചു എന്നാ പറഞ്ഞത്. ആ ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും ഇവർ അന്ന് വിളിച്ചത് അതാണ്. പക്ഷെ ഇപ്പൊ പറയാൻ ഷംസുൽ ഉലമയും പോയി, കണ്ണിയത്ത് ഉസ്താദും അക്കാലത്തെ പലരും ഇല്ല. ആ ഒരു കാലത്തെ ചോദ്യാണ്. ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അത്രേ, ഞാൻ ഉള്ളാളം തങ്ങളുടെ കൂടെയാണ്, എറണാകുളത്ത് നിങ്ങൾ നിശ്ചയിച്ച സമ്മേളനത്തിലേക്ക് ഞാൻ വരും. ഇവിടെ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗാണത്. അത് ഇവിടെ അല്ലെങ്കിൽ മാവൂർ, ഞാൻ പറഞ്ഞല്ലോ രണ്ടിലുണ്ട്. ഞാൻ അവിടെ വരും, എനിക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ ആരോഗ്യ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ നിന്നയാളാണ് കണ്ണിയത്ത് ഉസ്താദ് എന്നിപ്പോൾ പ്രസംഗിക്കുന്നു. വാദത്തിന് ഞാൻ ആ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിച്ചു തരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഷംസുൽ ഉലമയെ പുറത്താക്കണം എന്നല്ലേ പറഞ്ഞത്, പുറത്താക്കി തന്നു എന്ന് പറഞ്ഞില്ല. അതുപോലെ ഈ വാദത്തെ ഞാൻ, ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ നിങ്ങൾക്ക് അംഗീകരിച്ചിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ആരാ? ഇവരാളാണ്. കണ്ണിയത്ത് ഉസ്താദ് ഇവരാളാണ്.
എന്നിട്ട് പേരോട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് കണ്ണിയത്ത് ഉസ്താദ് കിതാബ് തിരിയുന്ന പണ്ഡിതനാണ്, കണ്ണിയത്ത് ഉസ്താദ് മുഖം കെടുത്തണ എന്തുവാ ചെയ്യൂല. പേരോട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട് വളരെ കാര്യമായിട്ട്. എന്നിട്ട് മൂപ്പര ഖുതുബാനുള്ള മുഴുവൻ കിതാബ് എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അയാൾക്ക് കിതാബ് തിരിഞ്ഞില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അത്. കാരണം അയാൾ ഓതിയത് എൻ്റെ ഉസ്താദിന്റെ അടുത്ത് നിന്ന് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ കിതാബ് തിരിയാത്തതിന് എന്ത് ചെയ്യാനാ? കിതാബ് തിരിയുന്ന ഉസ്താദന്മാരോട് ചോദിക്കൂ, ആ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലെങ്കിൽ ഹബീബ് തങ്ങൾ പറഞ്ഞ മുഖം കെടുത്താൻ എന്നതിനെ കുറിച്ചുള്ള ദുആഇനെ കുറിച്ച് പറയുന്ന ആ ഭാഗവും ഇതും തമ്മിലുള്ള ബന്ധം എന്താ? ഇതൊരാളെ കുറിച്ചാണോ? ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞതും ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞതും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞൊക്കെ വ്യത്യാസമില്ല ഉസ്താദെ. കിതാബ് ശരിക്കും നോക്കൂടെ? അത് ആ മൂപ്പരുടെ പ്രത്യേകത തന്നെ അതാണ്. പല്ലിയുടെ അവസ്ഥ, വാല് മുറിച്ചിട്ടാൽ പല്ലിന്റെ ധാരണ ജനങ്ങൾ ഇങ്ങനെ കരുതും, അങ്ങോട്ട് ആ വാലങ്ങോട്ട് മുറിച്ചിട്ടാൽ മൂപ്പരങ്ങോട്ട് കഴിഞ്ഞു എന്ന് കരുതുന്നതാണ്. അതുപോലെയാണ് ഇവർ പറ്റിയ തെറ്റിനെ ഇവർ മുറിക്കലാണ് പലപ്പോഴും. പറ്റിയ തെറ്റ് മുറിച്ചു കളയലാണ്, എന്നിട്ട് അത് എൻ്റെതല്ല എന്ന് പറഞ്ഞോട്ട് ഒഴിവാക്കും. അതുപോലെ അല്ലെങ്കിൽ ഇവർക്കെതിരെ വരുന്നതിനെ തിരിച്ചു മുറിച്ചിടും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പദ്ധതികൾ. അതിലാണ് ഇവർ പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, പേരോട് ഉസ്താദ് പറഞ്ഞതാ. ഉസ്താദ് തന്നെ വിളിക്കാലോ, അർത്ഥങ്ങൾ എങ്ങോട്ടും കൂട്ടിക്കൊള്ളും. അങ്ങനെ ആ പറഞ്ഞ വ്യക്തി അങ്ങനെ പറഞ്ഞ അദ്ദേഹം കിതാബ് അടക്കെടുത്തു. പക്ഷെ ഇവിടെ വന്നയാള് ഒരു പ്രസംഗം, അതിൽ പറയാ കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചിട്ടില്ലേ, മുഖം കെടുത്തണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ, വികൃതാക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പ്രസംഗിച്ചിട്ട് പറയാണ് അതിന്റെ ഉദ്ദേശം എന്താ? അതാരെയാണ്? നമ്മളെയാണത്രേ. അപ്പൊ ഇതിലേതാ അംഗീകരിക്കേണ്ടത്? അറിയാത്തോണ്ട് ചോദിക്കാം. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് കോഴിക്കോട് ടൗണിൽ പച്ച ബസ് കയറിപ്പോയാൽ ഒരു വട്ടം കിട്ടുന്ന നാട്ടിന്റെ പേരുണ്ട്, അങ്ങോട്ട് പോവലാണ്. അല്ലാതെ പിന്നെ ഒരു മനുഷ്യൻ ഇതിൽ ഏതാ സ്വീകരിക്കേണ്ടത്? ഒരാൾ പറയാണ്, എന്താ പറയുന്നത്? കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, കിതാബ് തിരിയുന്ന ആളാണ് കണ്ണിയത്ത് ഉസ്താദ്. മറ്റേ ആള് വന്നിട്ട് പറയാണ് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തത് ആരെ കുറിച്ചാണെന്നറിയോ? അത് ഇന്നാളെ കുറിച്ചാ. അപ്പോ നമുക്കൊരു കാര്യം ഉറപ്പായി, ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അത് വിശദീകരിച്ച കൃത്യം നിങ്ങളെ തലയിൽ തന്നെ വന്നു പോവുക. ഈ ഒരു വിധത്തിലേക്ക് ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന പുതിയ തെറ്റിദ്ധാരണകൾ, എന്നിട്ട് പറയുന്നത് എന്താ? ഞങ്ങളാളാണ് കണ്ണിയത്ത് ഉസ്താദ്. വളരെ രസകരമാണ്. ഈ 3-ാം ദിവസം കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയോ കണ്ണിയത്ത് ഉസ്താദ് ഇവരാളായി, ഞാൻ സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇവരെന്താ പിന്നെ ചെയ്തത്? നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ കൂടെയാണ്, ഞാൻ ഉള്ളാൾ തങ്ങളെ കൂടെയാണ്, ഞാൻ എറണാകുളം സമ്മേളനത്തിന് വരും, ഞാൻ റെഡിയാണ് നിങ്ങളെ പക്ഷത്തേക്ക് എന്ന് പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ആ അനുകൂല പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ പോയി കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ കേസ് കൊടുത്തു. എങ്ങനെയുണ്ട്? പിന്നെ നിങ്ങളെ പറ്റി പണ്ടേ എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞതിന് ശേഷം ചിന്തിക്കാം, ചിന്തിച്ചിട്ട് പറയാറില്ല. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ശരി അത് പറയണ്ടായിരുന്നു അല്ലേ. കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തവർ ഇന്നും കോടതി രേഖകളിൽ കണ്ണിയത്ത് ഉസ്താദിനെതിരെ നിങ്ങൾ കൊടുത്ത ആ കേസിന്റെ രേഖകൾ ഇന്നുമുണ്ട്. അതെവിടെ മാഞ്ഞു പോയിട്ടില്ല. അതിന്റെ തെളിവുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഈ രേഖകൾ മുന്നിലുള്ള കാലത്ത്, അത് എടുക്കാൻ കഴിയുന്ന കാലത്ത് എന്തിനീ കളവുകൾ പറയണം? ഒരു ഇസ്ലാമിക പ്രസ്ഥാനം കളവ് പറഞ്ഞിട്ടാണോ ഇസ്ലാമിക പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരിക? നിങ്ങളതല്ലേ പറഞ്ഞത്? ഇപ്പൊ സ്വർഗത്തിലേക്കുള്ള പെട്ടി കൊണ്ടുവന്നു. എനിക്ക് തോന്നിയത് മുടി, പൊടി, ചട്ടി ഇതെല്ലാം കൂടി ഒരു പെട്ടിയിലാക്കി അറബിക്കടലിൽ കൊണ്ടുപോയി ഇറക്കാനുള്ളതാവാം. അങ്ങനെയാണെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള പെട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള പെട്ടിയാണ്. കാരണം ഈ എല്ലാ അപചയങ്ങളെയും ഒരു പെട്ടിയിൽ കെട്ടിയിട്ട് എവിടെ കൊണ്ടുപോയി, അറബിക്കടലിലോ എവിടെ ആയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇത് ആ കുടുംബത്തിൽ നിന്ന് തന്നെ പറയുന്നത് എന്താ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ പറഞ്ഞ മാവൂരിൽ പരിപാടിയിൽ ഈ മഹാനായ എൻ്റെ പഴയ ഉസ്താദിൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് സ്റ്റേജിൽ നിന്ന് എന്നോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാണ്, അത് സ്വർഗത്തിലേക്കുള്ള പെട്ടിയല്ല, അത് ബ്ലാക്ക് മണിക്കുള്ള പെട്ടിയാണ്. എനിക്കറിയില്ല, അത് കുടുംബത്തിൽ നിന്നാണ് പറയുന്നത്. എന്നോട് പറഞ്ഞ അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു, അത് ബ്ലാക്ക് മണിക്കുള്ള പെട്ടിയാ. കാരണം എന്താ? ആ പെട്ടി റിസീവർമാർ കണക്കെഴുതി കൊടുക്കുന്ന പെട്ടിയല്ല. അത് കൊണ്ടുപോയിട്ട് എവിടെയാണോ കൊടുക്കുന്നത്, അഥവാ ഓഫീസിലെത്തിച്ചാൽ റിസീവർമാർ കൊണ്ടുപോകും. എന്നിട്ട് ആ പെട്ടി അവിടുന്ന് പൊളിക്കുക. 500 ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ കണക്കിൽപ്പെടാത്ത കുറെ പണമില്ലേ, അത് വെളുപ്പിക്കാനുള്ള പെട്ടിയാണത്. അതിന്റെ റെസീറ്റ് വരുമ്പോ ഇപ്പൊ മോഡി ചിന്തിക്കുന്നുണ്ടാവും, പടച്ചോനെ എന്നെക്കാളും വലിയൊരു അപജയമായ ഒരു മനുഷ്യൻ കേരളത്തിലുണ്ടല്ലേ, ഒരു പുത്രൻ.
എന്നെപ്പോലും മറികടക്കാൻ പറ്റുന്ന ആള് മോഡി പോലും കണ്ടിട്ടുണ്ടാവില്ല. മോദി ഇപ്പോൾ എല്ലാം നിയന്ത്രിക്കാൻ നടക്കുകയാണ്. ഇപ്പൊ ലോകം അങ്ങനെയാണല്ലോ, മോദിയും ട്രംപും ഭരിക്കുന്ന ലോകമാണ്. എളാപ്പ മൂത്താപ്പാന്റെ മക്കളെ രണ്ടാളും അത്ര ചേർച്ചുണ്ട്. ആ മോഡി പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും, ഇങ്ങനെ എന്നെ മറികടക്കാൻ പറ്റുന്ന ഇത്ര വലിയൊരു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനോ. അതിനു വേണ്ടിയുള്ളതാണെന്ന് അവർ തന്നെ പറയുന്നു. ഇതെല്ലാം ചെയ്ത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരുത്തിയിട്ടുണ്ട്. കാരണം എന്താ? കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ BJPയുമായി ഉപജാപങ്ങളിൽ ഏർപ്പെടുകയും സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് കാണിക്കാൻ കഴിയും. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇന്നത്തെ ജാഗരണത്തിന്റെ രൂപത്തെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും ലോകതലത്തിൽ പല രംഗത്തു നിന്നും സിയോണിസത്തിന്റെയും ഓറിയന്റലിസത്തിന്റെയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ചങ്ങല കേരളത്തിലേക്ക് ഇവരിലൂടെ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവർ പോലും അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം എന്താ? ഹബീബ് തങ്ങളുടെ പേരിൽ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചട്ടി വന്നപ്പോ അതിന്റെ പിന്നിൽ അതിനു മുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അടയാളത്തെ, ആ നക്ഷത്രത്തെ പരിശോധിച്ചപ്പോ അത് കാണാൻ കഴിഞ്ഞത് ഇസ്രയേലിന്റെ പതാകയിലെ നക്ഷത്രമായിട്ടാണ്. അത് കൊണ്ടുവന്ന ചട്ടി കൊണ്ടുവന്ന രാജ്യത്തെ പ്രസിഡന്റ്, ചെച്ചൻ പ്രസിഡന്റ് റമദാൻ കദിറോവ് സത്യത്തിൽ ഒരു ഇസ്രയേലി അനുഭാവവും അനുകൂലതയുമുള്ള ഒരാളായിട്ടാണ് അവർ തന്നെ പരിചയപ്പെടുത്തിയത്. ഇസ്രയേലിന്റെ വെബ്സൈറ്റിൽ പോലും പറഞ്ഞത് എന്താ? നാച്ചുറൽ അലൈ ഓഫ് ഇസ്രയേൽ എന്നാ പറഞ്ഞത്. സ്വാഭാവിക സഖ്യമുള്ള ആള് എന്നാ. ഇസ്രയേലിലെ ഒരു റോട്ടിൽ ഒരു മുസ്ലിം പെൺകുട്ടി നിന്ന് അവൾ തട്ടമിട്ട് നിന്നാൽ പോലും, പോലീസുകാരന്റെ മുന്നിൽ നിന്നാൽ, ഒരു ആൺകുട്ടി നിന്നാൽ അവനെ വെടിവെച്ച് വീഴ്ത്തുന്ന, ബാനറ്റ് കൊണ്ട് കുത്തിമലർത്തുന്ന ഇസ്രയേലിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കിരാതമായ അക്രമങ്ങൾക്ക് ഇരയാക്കാറുള്ള ഇസ്രയേലികൾ അതേ ഇസ്രയേൽ നഗരത്തിലെ ഒരു റോഡിന് പോലും ഈ പറയപ്പെട്ട പ്രസിഡന്റായ ചെച്ചൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് രേഖകൾ തെളിയിക്കുന്നുണ്ട്. സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പോകുന്നത് ഇസ്രയേലിലേക്കാണെന്ന്. ഒരുപക്ഷെ ഇവരറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഇത് എല്ലാ ഇസ്ലാമിക ഉയർപ്പുകളെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് സാമൂഹികമായ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ, ആത്മീയമായി ഉയർച്ചയുള്ള ഒരു സമൂഹത്തെ അവരെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറാനുള്ള ഇസ്രയേലിന്റെ ശ്രമം തന്നെയാണിതെന്ന് പറയേണ്ടി വരും. തെറ്റു ചെയ്തവരെ സമസ്ത സംരക്ഷിക്കാറില്ല. ഇപ്പൊ അതാണ് പുതിയ ഇന്നലെ മിനിയാന്നൊക്കെയുള്ള സിറാജിന്റെ എഴുത്തത്. അപ്പം നമ്മളോടൊക്കെ ചോദിക്കുന്നതാ, സമസ്ത പറഞ്ഞില്ലേ ചപ്പാരപ്പടവുള്ള ഇർഫാനിയ കോളേജുമായി ബന്ധം പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ സംശയം? ബന്ധം പാടില്ല എന്ന് സമസ്ത പറഞ്ഞാൽ ബന്ധം പാടില്ല എന്ന് തന്നെയാണ്. കാരണം എന്താ? ത്വരീഖത്തും തസവുഫുമൊക്കെ പറയാൻ കഴിവുള്ള, അറിവുള്ള, ത്വരീഖത്തും തസവുഫുമൊക്കെ എന്താണെന്നറിയുന്ന, ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ പണ്ഡിതന്മാരാ സമസ്തയെ നയിക്കുന്നത്. അവർ പറയേണ്ടത് പറയും. അവർ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ആരും ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. സമസ്ത തീരുമാനിച്ചാൽ ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത്. അതുകൊണ്ട് അവരെ ചീത്ത വിളിക്കാൻ ഞങ്ങളില്ല. കാരണം ഞങ്ങൾ പഠിച്ചത് സമസ്തയുടെ ഉസ്താദുമാരിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഞങ്ങളെ കിട്ടില്ല. അത് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, അത് കൊണ്ടുവന്ന് ഞങ്ങളെ മുന്നിൽ വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നവരോട് ചോദിക്കുകയാണ്, സമസ്തയുടെ ഉസ്താദുമാരുടെ മുന്നിലേക്ക് തെറ്റാണെന്ന് പറഞ്ഞൊരു കത്ത് കിട്ടിയപ്പോ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി തീരുമാനമെടുക്കാൻ ഉസ്താദുമാർ കാണിച്ച ദീനിനോടുള്ള കൂറിനെ നിങ്ങൾ അംഗീകരിച്ചാണ് നിങ്ങളെ പത്രത്തിൽ എഴുതിയത്. നിങ്ങൾ എഴുതിയത് അതാ. തീരുമാനം സമസ്ത എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും അംഗീകരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ വിമർശിച്ചാലും അത് അംഗീകാരമാണ്. പക്ഷെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, 3 വർഷമായി സുന്നി പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും കാണാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ളില്ലുണ്ട്, നിഴലുണ്ടെന്ന വാദം പേരോട് മുസ്ലിയാർ പറഞ്ഞിട്ട് ഇന്ന് ഈ നിമിഷം വരെ തിരുത്തിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ എന്ത് അധികാരമാണുള്ളത്? ഇത് ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവരാരായാലും അവരുടെ ജീവിതത്തിൽ ദുരനുഭവങ്ങളുടെ ഏറ്റവും മ്ലേച്ഛമായ രൂപങ്ങളെ കണ്ടേ അവർക്ക് മറഞ്ഞു പോകാൻ കഴിയുവിടുന്നു. ഹബീബ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹവായ്പോടെ ഒരാൾ പെരുമാറിയാൽ, ആ ഹബീബിനെ സ്നേഹിച്ചാൽ അവരുടെ അവസാനം നമ്മൾ കാണുകയും ചെയ്യും, വളരെ നന്മയുള്ള അവസാനത്തെ. ഇവിടെ അതാണ് നേരത്തെ വിശദീകരിച്ച്. കാരണം എൻ്റെ പഴയ തെറ്റായ വഴികളിൽ നിന്ന്, ആ സംഘ കുടുംബങ്ങളിൽ നിന്ന് രാജിവെച്ച് വന്നിട്ട് ഞാൻ പ്രിയപ്പെട്ട സൈനുൽ ഉലമയുടെ കാൽക്കൽ പോയി വീണിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്.
ആ സൈനുൽ ഉലമ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ദുരന്തങ്ങളെയും ദുഷ്പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോയ കാര്യങ്ങളെല്ലാം വെടിഞ്ഞ് സമസ്തയുടെ പാതയിൽ നിന്ന് പ്രസംഗങ്ങൾ കേട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൽ തെറ്റില്ല, അതുപോലെ തുടർന്നോളൂ എന്ന് എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. പാണക്കാട്ടെ അസർമുല്ല സ്നേഹത്തിന്റെ പാരമ്യതയിലേക്ക് ഈ രാജ്യത്തെ നടത്തിക്കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെന്ന മാസ്മരമായ ആത്മീയതയുടെ അടയാളം, ആ സ്നേഹത്തിന്റെ വഴി എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പ്രസംഗിക്കണമെന്ന്. ആ വഴിയിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. ഈ സൈനുൽ ഉലമ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവർക്കെതിരെ പറയുന്നതും പ്രസംഗിക്കുന്നതും ഈ കാലത്ത് നടത്താൻ പറ്റുന്ന ജിഹാദാണ്. എന്നിട്ട് ഒരാളെയെങ്കിലും ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നാൽ, സ്വഹാബത്തിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ വാചകങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, അത് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വലിയ ഫലം ലഭിക്കും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അഥവാ നിലവിലുള്ള ഞാൻ വന്ന പ്രസ്ഥാനം ശരിയല്ലെന്ന് സൈനുൽ ഉലമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉസ്താദ് അവതരിപ്പിച്ചതുപോലെയുള്ളൊരു വിഷയമല്ല പറയുന്നത്, എന്നോട് ഉപദേശിച്ചതാണ് പറഞ്ഞത്. ആ ഉപദേശം അവിടുത്തെ ജീവിതാവസാനം വരെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയും അത് തന്നെയാണ് ആഗ്രഹം. അള്ളാഹു മരണം വരെ അത് തുടരാനുള്ള ഭാഗ്യവും നൽകുമാറാവട്ടെ. അവിടുന്ന് നിർദ്ദേശിച്ചത് മറുവഴി പിഴച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇത് തമാശ പറയല്ല, ഇത് ഓരോരുത്തർ കേൾക്കാൻ പറയാണ്. ആ മഹാനവറുകൾ വഫാത്തായിട്ട് കോഴിക്കോട് നിന്ന് കൊണ്ടുവരുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സ്ഥാപനം ചേലേമ്പ്രയിലാണ്. അവിടെ നിന്ന് ആ വഫാത്തായി കൊണ്ടുവരുന്ന ഉസ്താദിന്റെ കൂടെ തന്നെ പിന്നാലെ വന്നു. എന്നിട്ട് കൊണ്ടോട്ടിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കുളിപ്പിച്ച് ആ പൂമുഖം കാണാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടോട്ടിയിലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ, ആദ്യം തന്നെ മുഖം തുറക്കുമ്പോൾ ആ പ്രിയപ്പെട്ട എല്ലാവരും പറയുന്നത് എൻ്റെ സൈനുൽ ഉലമ എന്ന് സ്വയം ഓരോരുത്തരും പറയും. ആ എൻ്റെ സൈനുൽ ഉലമ, ഓരോരുത്തർക്കും അവരുടെ സൈനുൽ ഉലമയാണ്. ആ സൈനുൽ ഉലമയുടെ മുഖം തുറക്കുമ്പോൾ ഹസൻ സഖാഫിയും നാസർ ഫൈസിയും അടക്കമുള്ള കുറച്ച് ആളുകൾ അവരുടെ കുടുംബവും മാത്രമുള്ള സമയത്ത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കാണാൻ അള്ളാഹു എനിക്ക് ഭാഗ്യം തന്നു. ആ മുഖം അത് കണ്ടപ്പോൾ എന്നോട് മറുവഴി പിഴച്ചതാണെന്ന് പറയുക മാത്രമല്ല, ആ വഴിക്കെതിരെ പ്രബോധനം നടത്തണമെന്നും അത് ഈ കാലഘട്ടത്തിൽ നടത്താൻ പറ്റുന്ന ജിഹാദാണെന്നും പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സൈനുൽ ഉലമ എന്നോട് പറഞ്ഞ സൈനുൽ ഉലമ അവിടെ വഫാത്തായി കിടക്കുന്നത് പുഞ്ചിരിക്കുന്ന പാൽപുഞ്ചിരിയുടെ പൂമുഖവുമായിട്ടാണ്. മറുവഴി ശരിയായിരുന്നുവെങ്കിൽ ആ വഴിക്കെതിരെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവരെ വഴിമാറ്റിയതിന്റെ ദുരന്തം ഞങ്ങൾക്ക് അവിടെ കാണാമായിരുന്നു. പക്ഷെ കണ്ട മുഖം പുഞ്ചിരിക്കുന്ന പൂമുഖമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് തവണ പല തമാശകളും പറഞ്ഞ് ചിരിക്കുന്ന സൈനുൽ ഉലമയെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ജീവിതത്തിൽ ചിരിച്ച മുഖമല്ല, അതിനേക്കാൾ പ്രശോഭയുണ്ട്, ജാജ്വലിമയാർന്ന മുഖമായിരുന്നു കണ്ടിരുന്നത്. ആ പ്രകാശ സ്രോതസ് പോലെ ഉയർന്നു വരുന്ന മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. കാരണം ഇത് എന്നോട് ശരി പറഞ്ഞു തന്ന എൻ്റെ പ്രിയപ്പെട്ട സൈനുൽ ഉലമയാണ്. ഇതുപോലെ വേദിയിൽ നിന്ന് പ്രസംഗിക്കാൻ നിന്നപ്പോൾ മറ്റന്നാൾ കുന്നുംപുറത്താണ് എൻ്റെ പ്രസംഗം. ഹമീദ് അലി തങ്ങളുടെ വാഹനജാഥയുടെ സ്വീകരണം വൈകുന്നേരം മഗ്‌രിബിന് ശേഷം നമ്മളെ പ്രസംഗമുണ്ട്. ആ കുന്നുംപുറത്ത് ഞാൻ 3-4 വർഷം ജീവിച്ചിരുന്ന നാടാണത്. സമസ്തയിലേക്ക് വന്നപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കുന്നുംപുറത്ത് വെച്ച് നടന്നൊരു സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യാതിഥിയും അവിടെ പ്രാർത്ഥന നിർവഹിക്കാനും വന്നിരുന്നത് പ്രിയപ്പെട്ട നമ്മുടെ കോയക്കുട്ടി ഉസ്താദായിരുന്നു. അള്ളാഹു ദർജ ഉയർത്തുമാറാവട്ടെ. അന്ന് ആ വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ഓണംപള്ളി ഉസ്താദുണ്ട്. ആദ്യം ഞാനാണ് പ്രസംഗിക്കേണ്ടിയിരുന്നത്. എനിക്കത് കഴിഞ്ഞിട്ട് കുറ്റിക്കാട്ട് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഞാനിത് പറയുന്നത് അമേരിക്കയിൽ നടന്ന സംഭവം ഇവിടെ കളവാക്കി പറയല്ല, ഇവിടെ നടന്ന കിലോമീറ്ററുകൾ അപ്പുറത്ത് നടന്ന സംഭവമാണ്. പല സ്വപ്നങ്ങളും പോലെയല്ല ഇത് യാഥാർത്ഥ്യം. ആ വേദിയിൽ നിന്ന് ഞാൻ ആദ്യം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സംഘാടകൻ വന്ന് ഓണംപള്ളി ഉസ്താദിനോട് പറഞ്ഞു, രാമന്തളി പിന്നെ പ്രസംഗിച്ചാൽ മതി എന്ന് കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പ്രസംഗിക്കേണ്ടത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചോളൂ. അങ്ങനെ അവിടെ വെച്ച് ഓണംപള്ളി ഉസ്താദ് പ്രസംഗിച്ചു. എന്നിട്ട് കോയക്കുട്ടി ഉസ്താദ് എന്താ പറഞ്ഞയച്ചത്, ഞാൻ വന്നിട്ട് പ്രസംഗിച്ചാൽ മതി. കാരണം കോയക്കുട്ടി ഉസ്താദിനെ ഞാൻ കണ്ടിരുന്നു സമസ്തയിലേക്ക് വന്നിട്ട്.
പക്ഷേ ഉസ്താദ് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ല. കാരണം സമസ്തയുടെ പ്രസിഡന്റാണ്. എന്തു പറയുന്നു ഇയാളെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അല്ലാതെ എൻ്റെ പ്രസംഗം അത്ര വലിയ പ്രസംഗമാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. എന്നിട്ടില്ല ഉസ്താദിന് തോന്നാം. എൻ്റെ പ്രസ്ഥാനത്തിൽ വന്ന് എന്തു പറയുന്നു എന്നറിയണം. അല്ലാതെ പലതും പറഞ്ഞ് സ്വപ്നത്തിൽ കണ്ടിരുന്നു, ടിക്കറ്റ് കൊടുക്കുന്നത്, ബുക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഇത് സമസ്തയാണ്. അങ്ങനെ കോയക്കുട്ടി ഉസ്താദ് വരും വരെ ഞാൻ നിന്നു. കോയക്കുട്ടി ഉസ്താദ് വന്നതിന് ശേഷം എനിക്ക് ഭയമായിരുന്നു. സമസ്ത പ്രസിഡന്റിനെ ഇരുത്തിയിട്ട് എങ്ങനെ പ്രസംഗിക്കും? വന്ന ഉടനെ എന്നോട് പറഞ്ഞു, നന്നായിട്ട് പ്രസംഗിച്ചോളൂ, നിങ്ങൾ സാധാരണ പ്രസംഗിക്കും പോലെ തന്നെ പ്രസംഗിച്ചോ, എന്നെ പേടിച്ചിട്ടൊന്നും കുറക്കണ്ട എന്നോട് പറഞ്ഞു. പിന്നെ അതാണ് അദബ്, അങ്ങനെ പ്രസംഗിക്കുക എന്നുള്ളത്. ഞാൻ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് തരട്ടെ, ഇങ്ങനെ തന്നെ പ്രസംഗിച്ചു. എന്നിട്ട് പലപ്പോഴും വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ഹസൻ സക്കാഫിയും പോയിരുന്നു അവിടെ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു വഫാത്തിന്റെ കുറച്ച് ദിവസം മുമ്പ്. ആ കോയക്കുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞത് ഇത് ശരിയല്ലാത്ത വഴിയെന്നാണ്. ആ കോയക്കുട്ടി ഉസ്താദിന്റെ വഫാത്ത് ഇവിടെ വിശദീകരിച്ചു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവിടെയും എൻ്റെ പാദങ്ങൾ പിഴച്ചിട്ടില്ല. ഞാനും സഖാഫിയും വന്ന പാത പിഴച്ചിട്ടില്ല. ഞങ്ങളെ കാലുകൾക്ക് നടന്നു വന്നതിലും പിഴവ് സംഭവിച്ചിട്ടില്ല. പിന്നെ കുമരമ്പത്തൂർ ഉസ്താദ് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണടക്കം തന്നിട്ട് ഒരു പരിപാടിയിൽ അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. നന്നായി പ്രസംഗിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ മണ്ണാർക്കാട് വിശദീകരണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരണ പരിപാടിക്ക് പോകും മുമ്പ് മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ നേതാവ് ഇങ്ങനെയൊക്കെ മോശമായിപ്പോയോ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങളെ നേതാവ്. ആ നേതാവിന് പിഴച്ചു എന്ന് പറഞ്ഞയാൾ, നിങ്ങൾ പറഞ്ഞല്ലോ മഹാന്മാരുടെ കൂട്ടത്തിലാണ് നിങ്ങളുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞവരൊക്കെ അവരുടെ അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തേണ്ടത് ജീവിച്ചിരിക്കുന്നവരെ തെളിവായി മതത്തിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. വഫാത്തായവരെ പറയാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാക്കാനും പറയാനുമാണ് നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ കോട്ടുമൽ ഉസ്താദ്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പോലും പ്രബോധനത്തിൽ എഴുതിയ അവസാനം എന്താ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതിയത്? ആദർശത്തിൽ കണിശത പുലർത്തിക്കൊണ്ട് സമുദായ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചു. നിങ്ങളെപ്പറ്റി ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. പ്രബോധനത്തിൽ കുവൈത്ത് നിന്ന് എഴുതിയത് എന്താ? കസേരന്റെ ചുറ്റും നിന്നിട്ട് അറബികളെ കണ്ടപ്പോ എല്ലാം മറന്ന് ഞങ്ങൾ ആദർശം അതുപോലെ എഴുതി ഒപ്പിട്ട് തന്നാള്. പക്ഷേ കോട്ടുമൽ ഉസ്താദിനെ പറ്റി എന്താ പ്രബോധനത്തിൽ എഴുതിയ ആള് ചെറിയ ആളല്ല, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. അയാൾ എഴുതിയത് എന്താ? ആദർശത്തിൽ കണിശത പുലർത്തിക്കൊണ്ട്. ആദർശത്തിൽ, സുന്നി ആദർശത്തിലെ കണിശത എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്അത്തുകാരോടുള്ള ബന്ധവിച്ഛേദത്തിന്റെ കാര്യം തന്നെയാണ്. എന്നോട് കണ്ണാടിപ്പറമ്പ് അസ്രഫ് ഫൈസി പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. മലപ്പുറത്ത് വെച്ചോ മറ്റോ ഒരിക്കൽ കണ്ണാടിപ്പറമ്പ് ഫൈസി മുജാഹിദിലേക്ക് പോയ ഒരു സുന്നി പണ്ഡിതനെ കണ്ടിട്ട് അയാളോട്, ഉസ്താദ് ഒരു മിനിറ്റ് അവനോടൊന്ന് പറയാണ്ടെന്ന് പറഞ്ഞ് പോയി. റോഡിന്റെ മറുപക്ഷത്ത് പോയിട്ട് മുജാഹിദായ അയാളോട് കുറെ സമയം ചിരിച്ച് കളിച്ച് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. കോട്ടുമൽ ഉസ്താദ് ചോദിച്ചു അത്രേ, നമ്മുടെ പ്രിയപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ജീവിതത്തിലെ നിമിഷങ്ങളിൽ നമുക്കറിയാത്ത വൈവിധ്യങ്ങളായ മേഖലകളിലൂടെ ഒരു പണ്ഡിതന് ഈ കാലഘട്ടത്തിൽ ഒരു മെഷീനെക്കാളുമേറെ, ഒരു യന്ത്രമനുഷ്യനെക്കാളേറെ, കമ്പ്യൂട്ടറിനെക്കാളേറെ ഒരാൾക്ക് എങ്ങനെ വൈവിധ്യങ്ങൾ ഒന്നിച്ചു ചെയ്ത് തീർക്കാൻ കഴിയുമെന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് കോട്ടുമൽ ഉസ്താദ് പോയത്. പ്രശംസിക്കാത്തവരില്ല. ഏത് രംഗത്താണോ അവർ ബന്ധപ്പെട്ടത് ആ രംഗത്തുള്ളവരെല്ലാം പ്രശംസിച്ചു. നിങ്ങൾ പറയാറില്ലേ ഞങ്ങളെ മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ട്? നിങ്ങളൊരു പത്രം നടത്തിയിട്ടില്ലേ കുറെ കാലം? ഒരു മെഴുകുതിരി കത്തിച്ച് ഇപ്പോൾ ഇരിക്കുന്നില്ലേ? ആ മെഴുകുതിരി ഇപ്പോഴും അണയാനിരിക്കുകയാണ് പലപ്പോഴും. ചില ദിവസങ്ങളിൽ അത് തൊട്ടാൽ, ഞാനൊക്കെ ചില സമയത്ത് അറിയാതെ ട്രെയിനിൽ ഇത് വായിച്ചിട്ട്, ബഹുമാനം കൊണ്ടൊന്നല്ല, ഇത് വായിച്ചിട്ട് ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പോൾ ബാഗിൻ്റെ മേലൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നോട്ടീസ് ഒട്ടിച്ച പോലെ ഉണ്ടാവും, കളറൊക്കെ ഇവിടെ ഉണ്ടാവും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾ കൊണ്ട് നടക്കുന്നില്ലേ? ലോകത്തിന്റെ നെറുകയിലിടുന്ന് ലോകത്തെ റിമോട്ട് കൺട്രോൾ കൊണ്ട് തിരിക്കുന്ന ആള് എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? ചേളാരിക്കാര് പാവങ്ങള് എന്ന് നിങ്ങൾ പറയാറില്ലേ? ആ ചേളാരിക്കാരിലെ കോട്ടുമല ഉസ്താദാണ് 6 ലക്ഷം കോപ്പിയുള്ള 6 എഡിഷനുള്ള പത്രം. മാമ്മമാപ്പിളക്കും കേശവമേനോനും മാത്രം വിജയിപ്പിക്കാൻ കഴിഞ്ഞ പത്രലോകത്ത്
അത് ഞങ്ങൾക്കൊക്കെ തിരിയുന്ന ഭാഷയാണ്, ജേർണലിസ്റ്റുകൾക്ക് തിരിയുന്ന ഭാഷയാണ്. പത്രലോകത്ത് ഇത്ര വിപ്ലവം തീർത്ത ഒരാളെ കാണിച്ചു തരാൻ ആർക്ക് കഴിയും? അത് മതത്തിന് വേണ്ടി തിരിച്ചു വെച്ചപ്പോൾ അതെന്തൊരു സൗകുമാര്യതയായി തീർന്നു. അതിന്റെ എഡിറ്റർ സജീവൻ എന്ന അമുസ്ലിം പോലും പറഞ്ഞില്ലേ കോട്ടുമലി ഉസ്താദ് ടച്ചിനെ കുറിച്ച്, അവിടുത്തെ ആ അത്ഭുതത്തെ കുറിച്ച്. ആ കോട്ടുമലി ഉസ്താദ് ഇതെല്ലാം ചെയ്യുമ്പോഴും ഹജ്ജ് കമ്മിറ്റി ചെയർമാനാവുമ്പോഴും എല്ലാവരോടും ആ സമയങ്ങളിൽ ആവശ്യമായ ബന്ധങ്ങളെല്ലാം നിലനിർത്തുമ്പോഴും ആദർശത്തിൽ കണിശത പുലർത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നതോടൊപ്പം ഇവിടെ അനുഭവത്തിലൂടെ തെളിയാണ്. കണ്ണാടിപ്പറമ്പ് ഫൈസി പറഞ്ഞു, ഞാനങ്ങനെ ആ മുജാഹിദ് മൗലവിയോട്, അയാൾ സുന്നിന്ന് പോയതാണ്, അപ്പൊ ചിലപ്പോൾ പറയും ഫൈസി ആയിരിക്കും, സക്കാഫി മുജാഹിദില്ലേ, അപ്പൊ അങ്ങോട്ട് നിർത്തിച്ചാൽ മതി, അതങ്ങനെ പറയാൻ നിൽക്കണ്ട. അപ്പൊ അവിടെ നിന്ന് അയാളോട് സംസാരിച്ച് ചിരിച്ച് തിരിച്ചു വന്നപ്പോൾ കോട്ടുമലി ഉസ്താദ് ചോദിച്ചത്രേ, അവൻ മുജാഹിദല്ലേ, ബിദ്അത്തുകാരനല്ലേ, പിന്നെ എങ്ങനെയാ നീ സലാനൊക്കെ ചൊല്ലി പോയിട്ട് അവനോട് ചിരിച്ച് കളിച്ച് തമാശയും പറഞ്ഞു വന്നത്? നിങ്ങൾ കണ്ട കോട്ടുമലി ഉസ്താദ്, ഞാൻ കണ്ട കോട്ടുമലി ഉസ്താദ്, അവിടുത്തെ ആ വലിയ മനസ്സിനെയും ആ വലിയ ആദർശബോധത്തെ ഇവിടെ കാണുന്നത്. അപ്പൊ കണ്ണാടിപ്പറമ്പ് ഫൈസിനോട് ചൂടായി. അഷ്റഫ് ഫൈസി പറഞ്ഞു, ഉസ്താദെ അങ്ങനല്ല, എന്തല്ല എന്നാ മുജാഹിദിനോട് എന്തിനാണ് സംസാരിച്ചെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഉസ്താദ് വളരെ കൃത്യമായി ആദർശം പറഞ്ഞു. കണ്ണാടിപ്പറമ്പ് അഷ്റഫ് ഫൈസി അല്ലേ, ഇത് കേൾക്കുന്ന റെക്കോർഡ് ചെയ്യുന്നവരുണ്ടാവും, അവർ വിചാരിച്ച് രക്ഷപ്പെട്ടു, തെളിവ് കിട്ടിയില്ലേ, അതിനുവേണ്ടി ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്ലിപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന് ഞാനാണ്, ഇതിൻ്റെ ബാക്കിയും കൂടി കേട്ടുള്ളൂ. ഇത് ക്ലിപ്പാവില്ല, തിരിച്ച് ഇങ്ങൊക്കെ കിട്ടുള്ളൂ. കണ്ണാടിപ്പറമ്പ് പറഞ്ഞത്ര, ഉസ്താദെ ഞാൻ അവനോട് ചിരിച്ചതല്ല, അവനെ ഞാൻ ചിരിപ്പിച്ചതാണ്. കാരണം എന്താ, ഞാൻ അവനോട് പറഞ്ഞത് നീ മുജാഹിദിലേക്ക് പോയപ്പോൾ മുജാഹിദ് 8 പിരിഞ്ഞു, ഇനിയൊന്ന് ജമാഅത്തിലും കൂടി പോ, അതൊന്ന് പിരിഞ്ഞോട്ടെ, ഞാൻ അത് പറഞ്ഞ് ചിരിച്ചതാ ഉസ്താദെ, അല്ലാതെ അവനോട് സലാം ചൊല്ലിയതല്ല, അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതാണോ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ അവസാനത്തെ കണ്ണിയിലെ നാം സ്നേഹത്തോടെ എന്നും ഓർക്കുന്ന ആ ഏറ്റവും വലിയ സർഗശേഷിയുടെ ഏറ്റവും ഉന്നതിയിലുള്ള മഹാൻ. ഇങ്ങനെ ഒരുപാട് ആളുകൾ, അവരൊക്കെ ജീവിതത്തിൽ നമുക്ക് സമസ്ത എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമസ്തയിലാണ് നമ്മളുള്ളത്. അത് നമുക്ക് അള്ളാഹു തന്നൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, നിങ്ങൾ സമസ്തയിൽ തന്നെ ജനിച്ചു വീണവരാ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഒരു കാലത്ത് അനുഭവിച്ച മാനസിക സംഘർഷം, ആ സംഘർഷം മാറി ഇന്നിപ്പോൾ നമ്മളെ തെറി വിളിക്കുന്നവരെ നമ്മൾ കാണുന്നുള്ളൂ. അതിൽ വലിയ വിഷമമൊന്നുമില്ല. കാരണം എന്താ, ഇപ്പൊ പലരും അങ്ങനെയാണ്. നമ്മൾ ഇവരെ ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, ഇവരെ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞോ, കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഇറച്ചി തിന്നില്ലേ. ഈ അടുത്ത് ഞാൻ ചോദിച്ചു ഒരാളോട്, ഫേസ്ബുക്കിൽ എപ്പോഴും എന്നോട് ചോദിക്കും ഇറച്ചി തിന്നില്ലേ. ഞാൻ ചോദിച്ചു, നിങ്ങളെ നേതാക്കൾ എന്താ ഇറച്ചിക്കോഴിയാണോ? അല്ലാതെ പിന്നെ എന്ത് പറഞ്ഞാലും ഇറച്ചി തിന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇത് ഇറച്ചിക്കോഴികളാവേണ്ട ഇവരെ നേതാക്കൾ. അപ്പൊ ഇവരെ പേര് ചേർത്തിട്ട് ഇറച്ചിക്കോഴി എന്ന് വിളിക്കേണ്ടി വരുമോ? ഇത് പറയുന്നതാണ്. നമ്മൾ കൃത്യമായി ഉള്ള സംഭവങ്ങളെ സമൂഹത്തിന് തുറന്നു പറഞ്ഞു കൊടുക്കണമെന്ന്. ഇങ്ങനെ തെറ്റ് പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്നും സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അതിനെ പേരെടുത്ത് പറഞ്ഞായാലും തെളിവുകളോടെ ആയാലും ക്ലിപ്പിങ്ങിലൂടെ ആയാലും അത് തുറന്നു പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ഉദുക്കുങ്ങൽ ഇഹിയാ സുന്നയിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഒരു വെബ്സൈറ്റ്, സൗദി അറേബ്യയിൽ നിന്നാണ് അത് വരുന്നത്. ആ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ആദ്യം പഠിച്ചത് ഇങ്ങനെയൊക്കെ പറയണം. കിതാബിലുണ്ടോ ഇല്ലയോ, അവിടെ കേട്ടിട്ടുണ്ടോ എന്നുള്ള വിടെ നിങ്ങളെടുത്ത് ഞാൻ മലയാളത്തിൽ വായിച്ചു. അതെന്താ മാറുമോ? ഇപ്പൊ സൈറ്റിൽ അതില്ലേ? ഇല്ലെങ്കിൽ ഞാൻ അത് എടുത്തിട്ടിട്ടുണ്ട്, അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങളെ പണ്ഡിതന്മാർ ചെയ്ത തെറ്റുകളെ തുറന്നു കാണിക്കുമ്പോ നിങ്ങൾ പറയുന്ന ഭാഷയാണ്. നിങ്ങളെ പണ്ഡിതന്മാരെ ഞങ്ങൾ ആക്ഷേപിക്കുന്നു, എന്നിട്ട് എന്താ പറയാ, ഒരാക്ഷേപവും നടത്തുന്നില്ല, കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. അത് സമൂഹത്തോട് പറയേണ്ടത് അനിവാര്യതയാണ്. നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു വരികയാണ്, വേങ്ങര അങ്ങാടിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ തിരൂരങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. വരുന്ന വഴിയിലൊരു ബോംബ് കണ്ടു. വഴിയിൽ നമ്മൾ ബോംബ് കണ്ട എന്താ ചെയ്യേണ്ടത്? ബോംബ് കണ്ട മെല്ലപ്പുറത്ത് എനിക്കൊന്നും പറ്റരുത് എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണോ ചെയ്യേണ്ടത്? അല്ല, അവിടെ ഒരു ബോംബുണ്ട്, ആ ബോംബിന്റെ മാരക ശക്തി ഇത്രയാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വരുന്ന വഴിയിൽ എല്ലാവരും മാറ്റണം, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയണം. അതിനുവേണ്ടി ചിലപ്പോൾ അതിൽ നിന്ന് ശക്തമായിട്ട് വരുന്നവരുണ്ടാവും, പിടിച്ചു നിർത്തേണ്ടി വരും. അങ്ങനെ പല വിധത്തിലും പ്രതിരോധിക്കേണ്ടി വരും. അതുപോലെ ഈമാൻ നശിപ്പിക്കുന്ന ബോംബാകുന്ന ഏറ്റവും വലിയ അക്രമകാരി നിങ്ങളുടെ പ്രസ്ഥാനമായി മാറുമ്പോ അതിൽ നിന്ന് ജനങ്ങളെ ബാധ്യതാപൂർവം തടഞ്ഞു നിർത്തേണ്ടുന്ന, പ്രതിരോധിക്കേണ്ടുന്ന എന്റെ ബാധ്യതയെ, കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. അപ്പൊ നിങ്ങളിത് പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പൊ എന്നിട്ട് പറയെന്താ, ഞങ്ങൾ ഉസ്താദുമാരെ ഇറച്ചി തിന്ന് നടക്കുന്ന നിന്റെ ആക്കിബത്ത് സൂക്ഷിച്ചോളൂ രാമാ. അങ്ങനെ എന്നെ വിളിക്കാം. എന്താണ്? ഇവരുടെ ഉസ്താദുമാരുടെ ഇറച്ചി തിന്നുന്ന ഞാന് എൻ്റെ ആക്കിബത്ത് സൂക്ഷിച്ചോ രാമാ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണ്. ഓൺലൈനിലൂടെ എപ്പം കേൾക്കുന്നത്. ഇപ്പം അത് തങ്ങളവിടെ ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പൊ രാമാന്ന് അടിച്ചിട്ടുണ്ടാവും ആരെങ്കിലും മറുപടി. കാരണം എന്താ? ഇയാൾ പറയുന്നത് എന്താണ്? ചിന്തിക്കണം ഒരു സമൂഹത്തിന്റെ പോക്ക്. ഞാൻ വഴി പിഴച്ചിട്ടുണ്ട്, എൻ്റെ ആക്കിബത്തിലാണ് ഇവർക്ക് ഭയങ്കര വിഷമം. ഇവരിൽ ഒരു വിഷമമില്ല. ഇവർക്കൊക്കെ ആദ്യം തന്നെ റിസർവ് ചെയ്ത് കിട്ടിയ പോലെ ഉണ്ട് പറച്ചിൽ കേട്ടാൽ. എന്നിട്ട് എൻ്റെ ആക്കിബത്ത് പോകുന്നതിന്റെ പേരിൽ ഇയാൾ വിളിക്കുന്നത് എന്താ? രാമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാഫറിന്റെ പേരോ കുഫറിനെ ചേർത്ത് വിളിക്കുകയോ ചെയ്താൽ വിളിക്കയാളോ വിളിക്കപ്പെട്ടയാളോ ഏതെങ്കിലും ഒരാൾക്ക് കാഫർ സീറ്റ് ഉറപ്പുന്ന. അപ്പൊ അങ്ങനെ കുഫർ ഉറപ്പുള്ള വാചകത്തെ വിളിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. ഞാൻ ഒന്നുപോലും ഡിലീറ്റ് ചെയ്യില്ല. കാരണം എന്താ? അക്കാരണം കൊണ്ട് ഒരുപാട് ആൾ സംസ്ഥയായിട്ടുണ്ട് ഈ വിളി കൊണ്ട് മാത്രം. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ വിളിച്ചെത്തേറി ഞാൻ ക്യാൻസൽ ചെയ്താൽ നിങ്ങളെ മുഖം മനസ്സിലാതാവൂല്ലേ ജനങ്ങൾക്ക്? കണ്ണിയത്ത് ഉസ്താദൊക്കെ വെറുതെ ദ്വാ ചെയ്ത് നിങ്ങളെ മുഖം കെടുത്തണേ. ആ ദ്വാന്റെ ഫലങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനുണ്ടാവണം. എന്നിട്ടോ രാമ എന്നുള്ള പേരിനെയാണ് ഇവർ കാരണം. അത് ചിന്തിക്കണം. ഞാൻ രാമന്തളി എന്ന സ്ഥലത്തുള്ള ആളാണ്. രാമന്തളിയിൽ ഇവരെ കുറേ പ്രവർത്തകരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, 10-25 കൊല്ലം പ്രവർത്തിച്ചിട്ട് നൂഹ് നബിക്ക് കിട്ടിയ എത്ര ആളെ പോലും എനിക്ക് കിട്ടിയില്ല അവിടുന്ന്. അതില്ല. പക്ഷേ അവിടെ ഇവരുടെ കുറെ ആളുകളുണ്ട്. ഉള്ള ആൾ തങ്ങളുടെ ഖബർ തന്നെയുള്ളത് രാമന്തളിയിലാണ്. എന്നാ പിന്നെ നിങ്ങൾ ഈ രാമാന്ന് ചേർത്തി ഉള്ള ആൾ തങ്ങളെ വിളിക്കുവോ? എന്നാ വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരടുത്ത് പിരിവിന് പോയാൽ പലപ്പോഴും സമസ്തക്കാരോ ലീഗിൻ്റെ പ്രവർത്തകരോ ഇവർക്ക് പൈസ കൊടുക്കാറില്ല. കാരണം എന്താ? ഈ വിളി അവർക്കും കിട്ടുന്നതാണ്. അവരെ നാട്ടിനല്ലേ വിളിക്കുന്നത്, എന്നെ മാത്രമാണോ? അബുദാബിയിലേക്ക് എത്തുമ്പോൾ നാട്ടുകാരായ ആളുകൾ പലരും പറയാറുണ്ട് അത്രേ, ഞങ്ങളും ഈ നിങ്ങൾ വിളിക്കുന്ന രാമനിൽ പെട്ടനല്ലേ എന്ന് ചോദിക്കാറുണ്ട് അത്രേ. അപ്പൊ അങ്ങനെ വിളിക്കുന്ന ആളുകൾ എൻ്റെ നാട്ടിൽ രാമന്തളി എന്നുള്ളതുകൊണ്ടാണ് രാമാന്ന് വിളിച്ച്. എന്നാൽ എനിക്കിങ്ങനെ ചിരി വന്നു. കഴിഞ്ഞ ദിവസം ഇവരെ കുറ്റ്യാടി സമ്മേളനത്തിൻ്റെ ഒരു ബോർഡുണ്ട് കോഴിക്കോടൊക്കെ. രാംകോ സിമെന്റിന്റെ പരസ്യമാണ്. പാടച്ചോൻ കൊടുക്കണു. പണ്ടൊക്കെ വരമ്പത്തുനിന്ന് കൂലി എന്നാ പറഞ്ഞത്. ഇത് പാടത്തുനിന്ന് തന്നെ കൂലി, വിളിച്ചു തീരും മുമ്പ്. ഞാനിത് തമാശ പറയല്ല. ഒരു പ്രസ്ഥാനത്തെ അളക്കാൻ ഇത് മതി. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുന്നു, ഖാസിമി ഉസ്താദ്, ഞാൻ അവിടെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അളന്നെടുക്കുന്ന ഇവിടെ ആയത്തും ഹദീസൊന്നും ഇവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അതിലേക്കൊന്നും എത്തി നോക്കാനോ ചിന്തിക്കേണ്ടുന്ന ആവശ്യമില്ല. ഇത്തരം സാധാരണ സംഭവങ്ങൾ മതി ഇവർക്ക് ചിന്തിക്കാൻ. അത് മതി ബോധമുണ്ടെങ്കിൽ. ഖാസിമി ഉസ്താദിന് സംഘടനാപരമായ പിഴവ് സംഭവിച്ചപ്പോൾ ഞാൻ സംസ്ഥയിലേക്ക് കടന്നു വരുന്ന സമയത്താണ് മൂപ്പര് പുറത്തേക്ക് വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് മൂപ്പരുടെ കുറിച്ചുള്ള ഫേസ്ബുക്കിലൂടെയും മറ്റും അല്ലാതെയുമൊക്കെ എല്ലാ സ്ഥലത്തും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഒരു സമസ്തയുടെ പ്രവർത്തകൻ പോലും ഖാസിമി ഉസ്താദിനെ പരിഹസിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ ഒരു വാക്ക് പോലും ഉപയോഗിച്ചില്ല. ഖാസിമി ഉസ്താദ് തിരിച്ചു വന്നപ്പോൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. നിങ്ങളെന്താ ചെയ്തത്? എന്നെ മാത്രമല്ലല്ലോ, എത്ര ആളുകളെ, മുസ്തഫ ഫൈസിനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ലക്ഷണം വരുന്നില്ല. അത് ഞാൻ കൃത്യമായി അത് പറഞ്ഞതിനാണ്. ഇവിടുത്തെ നേതാക്കളെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഉസ്താദുമാർ. അവരുടെ അവസാനത്തിന്റെ അടയാളങ്ങളെയും നിമിഷങ്ങളെയും ഒപ്പിയെടുത്ത് ഫൈസി ഉസ്താദ് അവിടെ വിശദീകരിച്ചു. മറുപക്ഷത്തെ പ്രവർത്തകരെ ഞാനും അവതരിപ്പിച്ചു തന്നു. ഇവരെ തെറ്റിദ്ധരിച്ചിട്ട് ഇത്തരം തെറികൾ മാത്രം വിളിക്കുന്നവരാണ് മറുപക്ഷം നിന്ന് ഞാനും സവിസ്തരം തെളിവുകളോടെ പറഞ്ഞു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. രണ്ടു നേതൃത്വത്തിന്റെ മഹിമ. ഈ നേതൃത്വത്തിന്റെ മഹിമ എന്താണ്? അതിരു കടന്നൊരു വാക്കുപോലും നിങ്ങൾ പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് ഖാസിമി ഉസ്താദിനെതിരെ ആരും പറയാതിരുന്നത്. അതുകൊണ്ടാണ് ഈ നേതൃത്വത്തിന്റെ അന്ത്യനിമിഷങ്ങൾ ഇത്ര ഉന്നതമായി മാറിയത്. മറുപക്ഷത്ത് നമ്മുടെ സംഘടന വിട്ടോ, അവൻ സ്വർഗത്തിലില്ല, പുറത്താണ്. സമസ്ത എന്ന് പറഞ്ഞ സ്വർഗമല്ല പറഞ്ഞത് നേരത്തെ. സംഘടനാപരമായി ഇവരുടെ പ്രസ്ഥാനം എന്ന ഭൂമികക്ക് പുറത്തേക്ക് വന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്നാണ് ആരെ വിളിച്ചത്? നൗഷാദ് ഹസനിയെ. ഇപ്പൊ പട്ടീന്നാ വിളിക്കുന്നത്. തന്നെ ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ ഒരു പട്ടിയുടെ ചിത്രം ഉണ്ടാക്കിയിട്ട് നൗഷാദ് ഹസനിയെ കുറിച്ച് പറയുന്ന പ്രസംഗം വെച്ചുകൊടുക്കാണ്.
ആദർശം വരുമ്പാണ്. പേരോടിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു നായ ഇങ്ങനെ വരുമ്പോ തമാശക്ക് പോലും പട്ടിയുടെ മോനെ എന്ന് വിളിച്ച് പട്ടിയെ പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പേരോടിന്റെ പേരും പേരോട് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഈ സഖാഫി പ്രസംഗിക്കുന്നത്. ആ സഖാഫി തന്നെയാണ് മുജാഹിദിനോട് തോറ്റത്. മുജാഹിദിനോട് വാദപ്രതിവാദം നടത്തി തോറ്റതും ആ പട്ടി എന്ന് വിളിച്ച് പ്രസംഗിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സംഘടനാപരമായി പുറത്തു പോയാൽ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കൂ. അയാൾ സത്യത്തിൽ സമസ്ത അംഗീകരിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഉസ്താദിന് ഇതുവരെ അദ്ദേഹം ചീത്ത പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉസ്താദിന് മഹാനാന്ന് എപ്പോഴും പറയുന്നത്. നിങ്ങളെ മുടി കൊണ്ടുവന്ന ജാലിയാവാലയെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പലരും പ്രസംഗിച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളടുത്ത് ഷെയർ മുബാറക്ക് ഉണ്ട്. ഷെയർ മുബാറക്ക് ഉണ്ടാവും നിങ്ങളടുത്ത്. ഷെയറേ മുബാറക്ക് എന്ന് പറഞ്ഞൊരു കട പണ്ട് ഷെയർ കൂടിയിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മർക്കസ് ആർട്സ് കോളേജിന്റെ താഴെ. അതായിരിക്കും ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോ എന്നുള്ള അറിയില്ല. അറിയപ്പെട്ടൊരു മുബാറക്കായിരുന്നു. അത് ഷെയർ സ്വീകരിച്ചിട്ടുള്ള കട. അതുണ്ടാവാം. ഷെയർ മുബാറക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡൽഹിയിലുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമമുണ്ട്. അത് പാരമ്പര്യമായി അറിയപ്പെട്ടതാണ്. ഞാനും പോയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ മർക്കസിലുണ്ട്. ഇയാൾ പ്രസംഗിച്ചു, ഇവിടെ വന്ന ആൾ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ റബിയുൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഞാൻ എൻ്റെ പ്രിയപ്പെട്ട SSFകാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ സിറാജ് ദിനപത്രത്തിൽ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു ഈ മുടിയെന്ന്, നിങ്ങളുടെ ഭാഷയിലെ ഷാറ് മുബാറക്, തിരുനബിയുടെ തിരുകേശം എന്ന് നിങ്ങൾ പറയുന്ന ആ മുടി അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ചു പോയിട്ടില്ലേ? എന്നിട്ട് ഇത് ചിന്തിക്കാനാ പറയുന്നത്. അവിടെ പ്രദർശിപ്പിച്ച മുടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ തിരുനബിയുടെ മുടിയാണതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ട് പിറ്റേ ദിവസം സിറാജ് അത് പ്രസിദ്ധീകരിച്ചില്ല? കേരളത്തിലെ ഒരു എഡിഷനിലും സിറാജ് അത് പ്രസിദ്ധീകരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ആയിരങ്ങൾ പങ്കെടുത്ത മൗലിദ് സദസ്സ് നടന്നു മർക്കസിൽ. മൗലിദ് സദസ്സ് നടന്നതിന് ആയിരങ്ങൾ മർക്കസിലേക്ക് മൗലിദ് എല്ലാനായിട്ട് പോണോ? ആദ്യത്തെ തിങ്കളാഴ്ച മൗലിദ് എല്ലാം പോണോ? അപ്പൊ നിങ്ങൾ കോഴിക്കോട് നടത്തിയ മറ്റ് മീലാദ് പരിപാടി എന്തായിരുന്നു? 2 മൗലിദ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പൊ നിങ്ങൾ തന്നെ നൽകിയ പബ്ലിസിറ്റിയിൽ ഷെയർ മുബാറക്ക് പ്രദർശനായിരുന്നു. ഞാനതിനെ ല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് വിശ്വാസമില്ല എന്ന് തെളിയിച്ചു തരാണ്. ഞാൻ നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതും കൂടി തരാം. ബുദ്ധി ഉണ്ടാവരുതെന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമ്മളെ പള്ളിയിൽ ഒരാൾ പോവാ, എന്നിട്ട് അയാള് റുക്കൂ ചെയ്യുക സുജൂദൊക്കെ ചെയ്യേണ്ട ആള് സുജൂദിലേക്ക് എത്തുമ്പോൾ തല താഴേലേക്ക് കുത്തിയിട്ട് കാല് മേലിലേക്കാക്കി എങ്ങനെ ഉണ്ടാവും? ബുദ്ധിയില്ലാത്തവർ ചെയ്യുന്നല്ലേ. ഇപ്പൊ ഒരു ഗേറ്റ് ഉണ്ടാക്കിയത് അങ്ങനെയാ. കിതാബ് താഴെ, മൂപ്പര ബിൽഡിംഗ് ഒക്കെ മേലെ. വളരെ കൃത്യമായി ആ ശില്പിയെ കണ്ട ഞാൻ 5 റുപ്യ 5, 10 10, 100 100 എൻ്റെ കയ്യിലുള്ള പൈസ കൊടുക്കുക. കാരണം എന്താ? എല്ലാം അയാൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കിതാബ് വെച്ച് ആത്മീയത വിറ്റാണ് ഈ സൗധങ്ങളൊക്കെ നിർമ്മിച്ചത്. സമസ്ത പറഞ്ഞ് എത്ര കൃത്യ അതിനെയാണ് അവിടെ അടയാളപ്പെടുത്തിയത്. അതിന് ഒരുപാട് ഭാഷ്യങ്ങളുണ്ട്. കിതാബിനെ അവമതിച്ചുന്നുണ്ട്, അതെല്ലാം ഉണ്ട്, അതെല്ലാവർക്കും പറയാം. പക്ഷെ എൻ്റെ അഭിപ്രായം, ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് എന്തൊക്കെ വിറ്റുകൊണ്ടാണ് ഇദ്ദേഹം ഈ ആസ്തികൾ നിർമ്മിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. എന്നിട്ട് ഈ മുടിയിലേക്ക് തന്നെ വരാം. ഈ മുടി പ്രദർശനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രദർശിപ്പിച്ചു, സിറാജ് കൊടുത്തില്ല. നമ്മുടെ സുഹൃത്തുക്കൾ പലരും വിളിച്ചു, മർക്കസിലേക്ക് വിളിച്ചു, സിറാജിലേക്ക് വിളിച്ചു. സിറാജിന്റെ എഡിറ്റർ പറഞ്ഞത് മർക്കസ് നിർദ്ദേശിച്ചതാണ്, ഇങ്ങനെ കൊടുത്താൽ മതി. മർക്കസിലേക്ക് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ? അവരും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു കഷ്ടം! ഈ പോയ അനുയായികളെ ശംസുൽ ഉലമ പണ്ട് പറഞ്ഞ വാചകം അന്വർത്ഥാക്കുകയല്ലേ, നിങ്ങളെ കഴുതകളാക്കുകയല്ലേ. നിങ്ങൾ കഴുതയാണെന്ന് പറയുന്നില്ല, നിങ്ങളെ കഴുതകളാക്കുകയല്ലേ നിങ്ങളെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആണത്തമുണ്ടെങ്കിൽ ഇവിടെ മറുപടി പറയാൻ വരുന്നെങ്കിൽ 10 മണിക്കൂറൊന്നും വേണ്ട, 5 മിനിറ്റ് നിന്നിട്ട് ഇതിന്റെ മാത്രം മറുപടി, എന്തുകൊണ്ട് സിറാജ് ദിനപത്രത്തിൽ ഇത് കൊടുത്തില്ലെന്ന് പറയാൻ ആണത്തമുള്ളവർ ഈ നാട്ടിലുണ്ടെങ്കിൽ ഇനി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വാ. ഇല്ലെങ്കിൽ സാന്ത്വനത്തിന്റെ ഗുളിക നിങ്ങൾക്ക് ഞങ്ങൾ തരാം, നിങ്ങളെ രോഗം മാറിക്കിട്ടാൻ. ഇനി തീർന്നു. അപ്പൊ ചിലർ പറയും മർക്കസിലെ AP ഉസ്താദ് അങ്ങനെ പറഞ്ഞെങ്കിലും AP ഉസ്താദ് അങ്ങനെയൊന്നുമല്ല. എന്നാൽ ഇതൊക്കെ കേട്ടോളൂ, കേരളത്തിലൊരു പക്ഷേ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല, ആരും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഇതുവരെ അത് പറയാതെ നിന്നതാ, കാരണം കുറച്ച് സമയം ആവട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇവർ ഏത് സമയത്തും തല തിരിഞ്ഞു വീണിട്ട് ഇവരിങ്ങനെ താലീമിയാക്കൾ എന്ന് വിളിക്കേണ്ടി വരും. വെറും വിശദീകരണമായി എന്തെങ്കിലും പറയും.
ആ ദിവസം സിറാജ് ദിനപത്രം പിറ്റേ ദിവസം അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൊടുക്കാതിരുന്നു എന്ന് മാത്രമല്ല, അനങ്ങിയാൽ ഈ അടുത്ത കാലത്ത് ഒമാനിലെ മുഫ്തി അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട എൻ്റെ പഴയ ഉസ്താദ് സന്ദർശിച്ചു. അദ്ദേഹം ഇബാലി മദ്ഹബുകാരനാണ്, സമസ്തയുടെ ആശയക്കാരനല്ല, അല്ലെങ്കിൽ സുന്നി ആശയക്കാരനായി നമുക്ക് എണ്ണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അത് തുറന്നു പറയുന്നത് നമുക്കൊരു പേടിയില്ല. അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് ഫേസ്ബുക്കിലിട്ടു, ഇദ്ദേഹത്തെ ഭയങ്കര ദീർഘായുസൊക്കെ നേർന്നുകൊണ്ട് മഹാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി. പണ്ട് ശംസുൽ ഉലമയുടെ പേരിൽ ആരോപിച്ചവർക്ക് അള്ളാഹു കൊടുത്ത കുരുത്തക്കട ഇത്. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇറങ്ങി വന്നത് ആദർശത്തിന് വേണ്ടിയാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? സൗദി അറേബ്യയിലെ ലോകത്തെ ഏറ്റവും വലിയ മുജാഹിദാണ് ഡോക്ടർ സുദൈസി. ലോകത്തെ ഏറ്റവും വലിയ മുജാഹിദാണ് അയാളെന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് നോക്കുക, അദ്ദേഹത്തിന്റെ ഖുതുബ നോക്കുക, അദ്ദേഹത്തിന്റെ പുസ്തകം നോക്കുക, അദ്ദേഹവുമായി ബന്ധപ്പെടുക. എല്ലാറ്റിലും അദ്ദേഹം പറയുന്നുണ്ട് ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ നമ്മൾ പറയുന്ന ആശയത്തിന്റെ എതിരാണ് അയാളെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കൈ കൊടുത്തു പോയിട്ട് എന്നിട്ടൊരു ഗിഫ്റ്റും കൊടുത്തു. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് നമ്മളെ പ്രിയപ്പെട്ട ഇംഗ്ലീഷിൽ മലയാളം സംസാരിക്കുന്ന ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പ്രസംഗം, മൂപ്പര് മദ്ഹബുകാരനായ സുന്നിയാണ് സുദൈസെ മൂപ്പരെങ്ങാനും അത് മലയാളത്തിലുള്ളത് അറബിയിലായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അയാളെ ഭാഷയിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശിർക്കും ബിദ്അത്തുമാണ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്? അയാൾ ബിദ്അത്തുകാരനാണ്, അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്. അയാളെ ഭാഷയിൽ അയാളെ പേരിൽ ആരോപണമല്ലേ അത്? ചിന്തിച്ചോളി, ഇത് ഇങ്ങനെയും തിരിച്ചു കുത്തും. നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് പണ്ട് വെറുതെ അല്ല പറഞ്ഞത്. ഇത് നിങ്ങൾക്കാണ് അപകട പ്രസംഗം. ഞങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇത് ആരെങ്കിലും മുജാഹിദുകൾ എന്തെങ്കിലും പണിയെടുത്ത് നിങ്ങൾക്ക് അപകടമാണ്. സുദൈസിയെ കുറിച്ച് നിങ്ങൾ സുന്നിയാക്കി. മാത്രമല്ല ശംസുൽമന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ അള്ളാഹു തന്നതാണ്, കൃത്യമായി തന്നു നിങ്ങൾക്ക്. മാത്രമല്ല നിങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ട് നിങ്ങൾ അന്ന് ശംസുൽമക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു രാഷ്ട്രീയക്കാരോടൊപ്പം നിൽക്കുന്നു, സ്ത്രീകളോടൊപ്പം വേദി പങ്കിടുന്നു. സംസ്ഥയുടെ പലരും, രാഷ്ട്രീയക്കാരായ പലരും, അതുപോലെ സിനിമാ നടന്മാരുടെ കൂടെ, മുജാഹിദിന്റെ കൂടെ, ജമാഅത്തിന്റെ കൂടെ, തബ്ലീഗിന്റെ കൂടെ. അത്യാവശ്യം ഒരു ആരോപണം നൂനബിന്റെ കപ്പലിന് പറയാൻ പറ്റുന്ന എല്ലാ ആരോപണയിലുണ്ട്. അഥവാ ഈ പറയപ്പെട്ടവരൊക്കെ കൂടിയിരുന്ന ഒരു സംഘമുണ്ടായിരുന്നു ഹജ്ജ് യാത്ര. നേരത്തെ ഇവിടെ ചോദിച്ച ഹജ്ജ് യാത്രയപ്പ് സമുദായത്തിന്റെ ജീവൽ പ്രധാനമായ എന്ത് പ്രശ്നമാണുള്ളത്? അതിൽ മന്ത്രി വിളിച്ചു എന്നുള്ളതിനപ്പുറത്ത് എന്ത് പ്രശ്നമുള്ളത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, കോട്ടുമലസ്തായിരുന്നില്ലേ? കോട്ടുമലസ്താദ് ഇത്തരം സമയങ്ങളിൽ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണമെന്ന് സമസ്ത പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെയർമാനും കൂടിയാണ്. നിങ്ങളാള് ചെയർമാനാണെങ്കിലും ഓക്കെ, നിങ്ങളെ മെമ്പർ ഉണ്ട്, അയാൾ വന്നിരുന്നാലും ഓക്കെ. പക്ഷെ വന്നിരിക്കുന്നത് ആരാ? അഖില ലോകത്തിന്റെയും അഖിലാണ്ടങ്ങൾ മുഴുവനും നടന്ന് പ്രബോധനം നടത്തുന്ന വലിയ മഹാനാ വന്നിരിക്കുന്നത്. എന്തിനു വന്നിരുന്നു? ആരൊക്കെ ഉണ്ട്? സിനിമാ നടനുണ്ട്, സ്ത്രീയുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്, മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പും ഉണ്ട്. ഇവരൊക്കെ കൂടെ ഇരുന്നു. ഇത് എന്തു പ്രശ്നമായിരുന്നു? ശരീഅത്ത് സമ്മേളനത്തിന് വിളിച്ചു പോയില്ല, സംഗമത്തിന് വിളിച്ചു പോയില്ല. അതിന്റെ പിറ്റേ ദിവസം അന്ന് കാരണങ്ങൾ പറഞ്ഞു. പിറ്റേ ദിവസം യൂത്ത് ലീഗ് വിളിച്ച മീറ്റിങ്ങിൽ പോവുകയും ചെയ്തു. നിങ്ങൾക്ക് എന്താ ആദർശമുള്ളത്? നിങ്ങളെ നേതാക്കൾ പോയി, 2 പേർ 3 പേരോളം പോയി. 3 ദിവസത്തിന് ശേഷം നടന്ന പരിപാടിയിൽ നിങ്ങൾക്ക് എന്താ ആദർശമുള്ളത്? നിങ്ങൾ സമസ്തയെ ശുദ്ധീകരിക്കാൻ വന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയുന്നതാണ്. പ്രവർത്തകരിത് കേൾക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദർശത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒന്നുമില്ലായിരുന്ന ആളുകളാണ് ശംസുൽമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. റമദാൻ 2 റമദാന്റെ മുമ്പുള്ള റമദാനിൽ UAE-യിലെ ഗവൺമെന്റ് നടത്തുന്ന പരിപാടിയിലെ ഗസ്റ്റായിട്ട് ഡോക്ടർ ജാക്കിർ നായിക്ക് വന്നു. ഇന്ന് നിങ്ങൾ കലിതുള്ളുന്നുണ്ടല്ലോ, സമസ്ത അനുകൂലം പറഞ്ഞു എന്ന് കലിതുള്ളാറില്ലേ നിങ്ങൾ? എന്നാൽ ഞാൻ പറയുന്നത് കേട്ടോളൂ. അവിടെ വന്ന റമദാനിൽ വന്ന പരിപാടിയിൽ നിങ്ങളുടെ മകളുടെ ഭർത്താവും മർക്കസു സഖാവത്ത് സുന്നിയുടെ മാനേജറും SYS എന്ന നിങ്ങളെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നിങ്ങളുടെ മുഷാവറ മെമ്പറുമായ സി മുഹമ്മദ് ഫൈസി ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ചിട്ട് നിൽക്കുക. ഇപ്പുറത്തെ സൈഡിൽ മൂപ്പര മകനുണ്ട്, അഥവാ കാന്തപുര ഉസ്താദിന്റെ മകൻ അഥവാ സി ഫൈസിന്റെ മകൻ ഒരു സൈഡില്, ഇപ്പുറത്ത് കല്യാണത്തിന് പോയ പോലെ ഉണ്ട്. 2 ആളും 2 സൈഡിൽ നിന്നും ഇയാളുടെ കയ്യും പിടിച്ച് ഡോക്ടർ ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ച് നിൽക്കുക. തീർന്നില്ല.
എന്നിട്ട് അത് ഫേസ്ബുക്കിൽ C5Cയുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോ കുറെ SSFകാരിൽ സാധുക്കൾ നല്ല ഇനി രാജിവെച്ച് വരാനുള്ളവരായിരിക്കും അവർ ചോദ്യം, ഉസ്താദേ ഇയാൾ മുജാഹിദല്ലേ? അപ്പൊ ഉസ്താദിന്റെ മറുപടി, ഇയാൾ ബിദ്അത്തിന്റെ പലതും പറയാറുണ്ടെങ്കിലും സ്ത്രീ ജുമാ പോലെയുള്ള പല വിഷയത്തിലും നമ്മൾ ആശയക്കാരനാണ്. സ്ത്രീ ജുമയിലാണ് അയാൾ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അയാൾ കേരളത്തിൽ വന്ന് സ്ത്രീ ജമാഅത്തിന് 500 പള്ളി കേരളത്തിൽ സ്ത്രീകൾക്കുണ്ടെന്ന് മുഖാമുഖത്തിൽ മറുപടി പറഞ്ഞു പോയ ആളാണ്. എന്നിട്ട് അയാളെ പ്രശംസിച്ചു. അപ്പൊ വേറൊരു പ്രവർത്തകൻ അടിയിൽ ഒരു ചോദ്യം, ഉസ്താദേ ഇത് SKക്കാർ കാണൂലേ? അപ്പൊ നമ്മളെ വക എൻ്റെ വക ഞാൻ അടിയിലൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാനെ പേടിയില്ലെങ്കിലും SKക്കാരെ പേടിയുണ്ടല്ലോ. ആ ചോദ്യം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങളെ പിന്നെ കണ്ടിട്ടില്ലല്ലോ ഫേസ്ബുക്കിൽ ആ ഫോട്ടോ, പിന്നെ കണ്ടില്ല. പക്ഷെ നമ്മൾ നിങ്ങളെ നന്നായി അറിയുന്നതുകൊണ്ട് വന്നപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടൈം എത്ര മണിക്കാന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. കാലം പുരോഗമിച്ചത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. ഇത് C5Cയിൽ നിന്നുണ്ടായതാണ്. ഓ അബ്ദുള്ള 0 അബ്ദുള്ള എന്നാണ് നിങ്ങൾ വിളിക്കാറുള്ളത്. ഇപ്പോൾ ആ വട്ടത്തിനുള്ളിൽ നിങ്ങളും ഇരിക്കാൻ തുടങ്ങിയോ? ഓ അബ്ദുള്ളയെ കൊണ്ടിരുത്തി. ഫസൽ ഗഫൂറിനെ നിങ്ങൾ അധിക്ഷേപിച്ചൊരു കാലമുണ്ടായിരുന്നു. ഫസൽ ഗഫൂറിനെ നിങ്ങൾ ഇന്ന് മർക്കസിന്റെ പൂനൂരിലെ സ്ഥാപനത്തിൽ സ്വീകരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയുടെ എണ്ണങ്ങളാ ഞാൻ എണ്ണുന്നത്. തീരൂല, സമയം വൈകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എണ്ണം ചുരുക്കുക. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ ബിദ്അഈ ബന്ധം സമസ്തക്കെതിരെ ആരോപിച്ചത്? എന്തിനായിരുന്നു? അങ്ങനെ പറഞ്ഞു വന്നവർക്ക് അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് തിരിച്ചു വരികയാണ് വീണ്ടും അവിടത്തേക്ക് തന്നെ. ഈ മുടിയുമായി ബന്ധപ്പെട്ട് അവസാനം കാന്തപുര ഉസ്താദിന് വിശ്വാസമുണ്ട് നിങ്ങൾ പറയാൻ പോകുന്നത്. അനങ്ങിയാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളാണ്. ഒരിക്കൽ അതുപോലെ ഉണ്ടായിരുന്നു. കുവൈത്തിൽ ബഹുമാന്യരായ ഹൈദർ അലി തങ്ങൾ, അള്ളാഹു അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഉയർത്തി ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ഏറ്റി നൽകുമാറാവട്ടെ. കുവൈത്തിലെ KMCC പരിപാടിക്ക് പോയതാ. ദുബൈയിൽ നിന്ന് കുവൈത്തിലെ എയർപോർട്ടിൽ വെച്ച് ഈ എൻ്റെ പഴയ ഉസ്താദിൻ്റെ കൂടെ ഒന്നിരുന്നു. അപ്പോൾ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഫേസ്ബുക്കിൽ മൂപ്പരൊരു ദ്വയാർത്ഥത്തിലൊരു മാറ്റർ ഇട്ടു. എന്താ, ഞങ്ങൾ കുവൈത്തിലേതൊരു വീട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവിടുത്തെ മൗലൂദ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ദുബൈയിലെത്തി. ഞങ്ങൾ മൗലൂദ് കഴിഞ്ഞ് വന്നിട്ട് ദുബൈയിലെത്തി. എന്നിട്ട് ഫോട്ടോ ഇട്ടതാരാണ്? എയർപോർട്ടിൽ ഹൈദർ അലി തങ്ങളോട് ഇരിക്കുന്നത്. എന്നിട്ട് വിശദീകരിക്കുക, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഹൈദർ അലി തങ്ങളോട് മൗലൂദിലുണ്ടായിരുന്നു. സംഭവം എന്താ? മൂപ്പര് മൗലൂദ് കഴിഞ്ഞിട്ടാ പോയത്, ഹൈദർ അലി തങ്ങൾ വേറെയാണ്. പക്ഷെ അതിന് അടിക്കുറിപ്പ്, അങ്ങനെ ആരും അടിക്കുറിപ്പ് കൊടുക്കാറുണ്ടോ? ജയലളിതയും വേറെ ആരെങ്കിലും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് വേറൊരാളെ കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിൻ്റെ കൂടെ ഇരിക്കുന്നു എന്ന് കൊടുക്കാറുണ്ടോ? ബന്ധമില്ലാത്തൊരു സംഭവം. ഇയാളുമായി ഒരു ബന്ധമില്ല, ഇയാൾ പോയി അങ്ങോട്ടിരുന്നതാണ്. മൗലൂദുമായി ഒരു ബന്ധമില്ല. എന്നിട്ട് അവസാനം എഴുതിക്കൊണ്ടുവരുന്ന എന്താ, തങ്ങളും മൂപ്പര് ഒന്നിച്ച് മൗലൂദ് കഴിഞ്ഞ് വന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് ഒരു വിഷയാക്കാനല്ല. ഇതുപോലും ഇത്ര മൈന്യൂട്ടായ കാര്യം പോലും ലൈക്ക് കിട്ടാൻ ഇപ്പൊ കുട്ടികൾ അങ്ങനെ വിളിക്കുന്നത് എന്ത് ചെയ്യാനാ? അതിനുവേണ്ടി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഇത് കേൾക്കുന്നുണ്ടാവും. ഞാൻ അനുവദിച്ച 5 മിനിറ്റില്ലേ മറുപടി പറയാൻ, ഇവിടെ പ്രസംഗിക്കാൻ സ്റ്റേജ് കെട്ടാൻ വരുമ്പോ ആ 5 മിനിറ്റിൽ സിറാജും പറയണം, ഇതും പറയണം. വേറെ ഒന്നും പറഞ്ഞില്ലേ വേണ്ടില്ല, വേറെ ഒന്നും പറഞ്ഞില്ലേനും വേണ്ടില്ല. ആ ഫേസ്ബുക്കിൽ നിങ്ങളുടെ കാരന്തൂരിൽ ഈ പ്രദർശനം നടത്തുന്നതിന്റെ തലേ ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് വരെ കാന്തപുരം മർക്കസിൽ വെച്ച് ഈ പ്രാവശ്യം മുടി പ്രദർശനം നടത്തിയെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അസർ, ഒരു സംഭവത്തിന്റെ അംശമുണ്ടെങ്കിൽ ഞാനതെനിക്ക് ലോകത്ത് ഏറ്റവും വലുതായി കണ്ട് ലോകത്തോട് മുഴുവൻ ഞാൻ വിളിച്ചു പറയും, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഹബീബുണ്ട് എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ അവിടുത്തെ തിരുശരീരത്തിൻ്റെ ഭാഗമുണ്ടെന്ന് പറയും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് അങ്ങനെയാണ്. ഇവരോരോ മഹല്ലിൽ ഫിത്ന ഉണ്ടാക്കാൻ ഹജ്ജ് ഉംറ സംഘങ്ങൾ ഉണ്ടാക്കിയൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഉസ്താദുമാർ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓരോ മഹല്ലിലും അവരവർ തന്നെ ഉംറക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഇവരെ പരിപാടി നിന്നു. കാരണം എന്താ, ഇവർ ജനങ്ങളെ വഞ്ചിക്കും. മഹല്ലിൽ ഉംറക്ക് നല്ല സർവീസാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ എത്തിയിട്ട് എന്താ ദുആ ചെയ്യുക, ഖമറുലുലമക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ പാവം സാധു കഷ്ടപ്പെട്ട് സമസ്തക്കാരൻ അവിടെ പോയാൽ ഇവരെ ബാക്കിൽ നിന്ന് കേൾക്കേണ്ടതാ, ഇവർ കൊണ്ടുപോകും.
പക്ഷെ അങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് സംഘടന പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത് നമ്മളെ ഉസ്താദുമാർ ഉംറ രംഗത്ത് സജീവമായി ഇറങ്ങുകയും അവർ സേവനത്തിന് ഇറങ്ങുകയും ചെയ്തപ്പോൾ പരാജയപ്പെട്ടു. ഇപ്പൊ നടക്കുന്നില്ല പരിപാടി, പഴയ പോലെ ഇപ്പൊ നടക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി സുപ്രഭാതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ സുപ്രഭാതം നല്ലതാണ്, നിങ്ങൾ പരസ്യം കൊടുത്തോളൂ, ഞങ്ങൾക്ക് പൈസ നിങ്ങൾ ഞങ്ങളടുത്ത് അടിച്ചെടുത്ത് പോകുന്നില്ല, പിന്നെ ഇങ്ങോട്ടും കൊണ്ടുത്തരി. നമ്മളെ മദ്രസയിൽ നിന്നല്ലേ നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്, അപ്പൊ ഇങ്ങോട്ട് തന്നെ പോരട്ടെ കുറച്ച്. സുപ്രഭാതത്തിലെ എല്ലാ പരസ്യങ്ങളും ഉംറക്ക് പലപ്പോഴും ഇവരാ പരസ്യം കൊടുക്കുക. അതുപോലെ ഒരു ഏർപ്പാടായിരുന്നു അജ്മീർ സിയാറത്തിന് ആളെ കൊണ്ടുപോയിട്ട് സമസ്തക്കാരെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി. ഞാൻ തന്നെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അജ്മീർ സിയാറത്തിന് പോയപ്പോൾ ജന്നത്തി ദർവാസന്റെ മുന്നിലിരുന്നൊരു സഖാഫി, കുറേ ആളുണ്ട്, അയാൾ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല ചങ്ങായി, അജ്മീർ ഖാജാന്റെ മുന്നിലുള്ളത് അങ്ങോട്ട് നോക്കിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ താഴോട്ട് നോക്കി. ഇതിപ്പോൾ ഉണ്ടായ അനുഭവമാണ്. കഴിഞ്ഞ 28 ഡിസംബർ 28-ന് 29-ന് ഉണ്ടായ സംഭവമാണ്. അപ്പൊ എന്താ സംഭവം? ഇവര് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുക, കൊണ്ടുപോയിട്ട് അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ഇവരെ സംഘടനാ സ്ഥാപനം എന്നിട്ട് ക്ലാസ് എടുത്തിട്ട് അവരവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്ക് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഇവർക്ക് പലപ്പോഴും ഗുളികയും മരുന്നും കൊടുക്കുന്ന ആൾ ഞാനല്ലേ, പലരും ഉണ്ട്, അതിലൊരാളാണല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് ഉംറ സർവീസ് പോലെ അജ്മീർ സിയാറത്ത് അങ്ങനെയുള്ള സർവ്വ സിയാറത്തും ഞാൻ അങ്ങനെ ഏറ്റെടുത്തു. എല്ലാം സുപ്രഭാതത്തിൽ എൻ്റെ പേര് തന്നെ പരസ്യം കൊടുക്കുകയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഈ പണി നിർത്തുന്നതോടൊപ്പം നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ പെൺകുട്ടികളെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ട്, 60ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു വലിയ ഹിഫ്ള് കൊണ്ട് വലിയ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ മാറ്റമുണ്ടാക്കാൻ സ്ത്രീകളെ കൊണ്ട് സാധിക്കും. വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ മാറ്റമുള്ള കുട്ടികളായി അവർ വളർന്നു വരുന്നുണ്ട്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ എപ്പോഴെങ്കിലും വന്ന സഹായമൊക്കെ തന്നോളൂ. ഇപ്പോൾ ഏതായാലും ഇവിടെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങാൻ നിൽക്കുന്നില്ല. പിരിവിന് ഞാൻ മോശമൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ അവിടെ നിന്ന് ബിരുദം നേടി വന്നല്ലേ, അപ്പോൾ മോശമൊന്നും ഉണ്ടാവില്ല. ഇപ്പം വേണമെങ്കിൽ വാച്ചടക്കം ഊരി വാങ്ങിയിട്ടേ പോവുള്ളൂ. പക്ഷെ വേണ്ടാന്ന് കരുതിയിട്ടാ, കുന്നുംപുറത്ത് വരുന്നുണ്ട്, അപ്പോൾ കൊണ്ടുവന്നിട്ട് തന്നാൽ മതി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഹജ്ജും സിയാറത്തുകൾ തുടങ്ങി. ആ സിയാറത്ത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന അതിലേക്കാണ്. ആ സിയാറത്ത് തുടങ്ങിയപ്പോൾ ഇവർക്ക് വല്ലാത്ത കണ്ണുകടിയുണ്ട്. കാരണം എന്താ, ഞാനിങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ സംഘടനാപരമായി തന്നെ ഇടപെടും. സമസ്ത ഡൽഹി ജുമാ മസ്ജിദിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ എൻ്റെ ജീവിതത്തിൽ വലിയ കുറേ അനുഭവങ്ങളിലൊന്നത് ഒരു ഞാൻ അവിടെ സിയാറത്ത് ചെയ്ത് ഇങ്ങനെ ഷഹർ മുബാറക്ക് അവിടുത്തെ ആ ആസാറൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് കൈപിടിച്ച് സലാം ചൊല്ലി, ഒന്ന് സെൽഫി എടുക്കാൻ നിന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ 2 കുട്ടികൾ ഞാൻ നിന്ന് കൊടുത്തു. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ SSFകാരാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധുക്കൾ നന്നാവാനുള്ള. കാരണം എന്നെ ഇഷ്ടപ്പെടണോ SSF ആയിട്ടെങ്കിൽ ഇവരെ നിലപാടുകളോട് വിയോജിപ്പുണ്ടാവണം, അല്ലാതെ എന്തായാലും ഉണ്ടാവില്ല. അപ്പം അവിടെ നിന്ന് നമ്മൾ അവിടെ എത്തിയിട്ട്, ഞാൻ പറഞ്ഞു വന്നതാ, അവിടെ എത്തിയിട്ട് ഡൽഹി ജുമാ മസ്ജിദിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമത്തെ കാണുമ്പോൾ കണ്ണുകൾ നിറയും. വിശ്വാസിയാണെങ്കിൽ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൺമുന്നിൽ കാണുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ കാണുക. ഞാനത് ഫേസ്ബുക്കിൽ എല്ലാറ്റിനേക്കാളും വലുതായിട്ട് കണ്ണുകൾ നിറയുന്നു, പാദങ്ങൾ വിറക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഞാനത് കണ്ടപ്പോൾ എൻ്റെ ഈമാൻ അല്ലെങ്കിൽ എൻ്റെ ഹബീബിനുള്ള സ്നേഹമാണ് ഞാൻ അവിടെ കാണിച്ചത്. ഇത് ഞാൻ കാണിക്കുമെങ്കിൽ ഇത് സൂക്ഷിക്കുന്നുണ്ട് സ്വന്തമായി എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നില്ല? അല്ലാത്തതൊക്കെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ഈ നാട്ടിലെ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചുരുക്കുകയാണ്, നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ മുടിയിൽ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് ഹബീബിനോട് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ പലതിനെയും പ്രകാശിതമാക്കിയവർ, ഫേസ്ബുക്കിലൂടെ പറഞ്ഞവർ ഈ വർഷം എന്തുകൊണ്ട് അത് ഒഴിവാക്കി? മാത്രമല്ല, കോഴിക്കോട് വന്നിട്ട് സ്വാമി മോഡിക്കെതിരെ പറഞ്ഞപ്പോ തിരുത്തിച്ചവരാണിവർ. അത്രയും ശ്രദ്ധിക്കുന്നവരാണ് ആ ആളുകള്. ഇതേ സ്വാമിജി നിങ്ങൾക്കറിയാതെ പോയൊരു സംഭവമാണ്. കേരള യാത്രയുടെ സമയത്ത്, കേരള യാത്രയല്ലേ തങ്ങളെ, കേരള യാത്രയുടെ സമയത്ത് ഇതേ സ്വാമി കാന്തപുരം ശ്രീകൃഷ്ണനാന്ന് പറഞ്ഞത് ഞാൻ തന്നെ ക്ലിപ്പിടാറുണ്ട്. അന്നിവരാരും തിരുത്തിച്ചില്ല. അന്ന് ഈ കാന്തപുരം വേദിയിലുണ്ട്, താടി ഒഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്നുണ്ട്, അവിടെ പേരോട് സഖാഫിയുണ്ട്, സർവരും അവിടെ ഉണ്ട്. പക്ഷേ അവിടെ തിരുത്തിച്ചില്ല.
മോദിയെ കുറിച്ച് പറഞ്ഞപ്പോ തന്ന കോടിയോടുള്ള കൂറുകൊണ്ട് തിരുത്തിച്ചു. ഈ ആളുകളോടാ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ. അതുപോലെ ഈ സാമിയെ തിരുത്തിക്കുകയും ഇതുപോലെയുള്ള സമയങ്ങളിൽ സമയമെടുത്ത് പോയി കാണുകയും ചെയ്യുന്ന ആളുകൾ കോഴിക്കോട് ജാലിയവാല വന്നു നമ്മൾ നൗഷാദാസിന്റെ കേന്ദ്രത്തിൽ. നിങ്ങൾ പറയുന്ന മുടിയോട് വിശ്വാസം നിങ്ങളെ നേതാക്കൾക്കുണ്ടെങ്കിൽ ഒരാഴ്ചയോളം കാലം ജാലിയവാല എന്നെ കാണാൻ വേണ്ടി നൗഷാദാസിനോട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, അത് വേറെ കഥ. എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ പഴയ ആരെയും കാണുന്നില്ല, അപ്പൊ വിളിച്ചതാണ്. അങ്ങനെ ഉണ്ടായിട്ട് പോലും, ഈ ഒരാഴ്ച ഉണ്ടായിട്ട് പോലും നിങ്ങൾ കാണാൻ പോയില്ലല്ലോ. പല മുജാഹിദ് നേതാക്കളെയും പലരെയും കാണാൻ നിങ്ങൾ പോകാറില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ജാലിയവാലയെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ വഞ്ചിക്കുന്നുണ്ട്. മരണം മുന്നിൽ കാണണം എൻ്റെ പ്രിയപ്പെട്ടവരെ. കോട്ടുമല ഉസ്താദ് ചിരിച്ചു കളിച്ച് കഥ പറഞ്ഞ് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മോടൊപ്പം നടന്നുപോയവരാണ്. ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായ സുഹൃത്തുക്കൾ പലരും വിട പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച മാവൂരിലെ വേദിയിൽ എന്നോടൊപ്പം ഇരുന്ന് പ്രസംഗം കേട്ട അധ്യക്ഷനായിരുന്ന പ്രിയപ്പെട്ടൊരു ഉസ്താദ്, ആ ഉസ്താദ് പിറ്റേ ദിവസം മരണപ്പെട്ട വാർത്ത ഞാൻ കേട്ടു. അള്ളാഹു ഖബറിടം സന്തോഷമാക്കട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, എന്നോട് എന്നോ ഈ വഴി പിടച്ചിട്ടുണ്ട് മോനെ രാജിവെക്കണമെന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട രാമന്തളിത്തങ്ങൾ, അള്ളാഹു ദർജ ഉയർത്തുമാറാവട്ടെ. ആ മഹാനവറുകൾ മരണപ്പെട്ടു. ഇങ്ങനെ മരണം മാടി മാടി വിളിക്കുകയാണ്, അതിഥിയായി നമ്മെ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ജീവിതത്തിലെ അനർഘമായ ഏറ്റവും വലിയ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, വളരെ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ ആ അന്ത്യ നിമിഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട SSFകാരാ, SYSകാരാ, നീ വീട്ടിൽ പോയിട്ട് ചിന്തിക്കുക. രാമന്തളിയെ നിനക്ക് വെറുക്കാം, രാമന്തളിയെ വെറുക്കാം, നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം, നിങ്ങൾക്ക് എന്നെ എന്ത് വിളിക്കാം, ഞാനത് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം, എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾക്കൊപ്പം സ്വർഗത്തിലേക്ക് ആദ്യമേ പോകണമെന്നാണ്. നിങ്ങൾ വരും വരെ പൊരുത്തപ്പെടാതിരുന്നാൽ ഞാൻ അവിടെ കാത്തു നിൽക്കേണ്ടി വരും. ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ നേതാക്കളുടെ കൂടെ പോയാൽ മതി. നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, അതെനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ വിളിച്ചോളൂ, ഇനിയും തെറി വിളിച്ചോളൂ, ഈ നിമിഷം മുതൽ ഇനിയും വിളിച്ചോളൂ, ഒക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയുന്നത്, ഞാൻ പൊരുത്തപ്പെട്ടാലും നിങ്ങളുടെ സംസ്കാരം മാറിപ്പോയിട്ടുണ്ട്. ഇത് ദീനീ ദഅവത്തിന്റെ വഴിയിലല്ല നിങ്ങളെന്നതിൻ്റെ തെളിവായി ആണ് പറഞ്ഞത്. അതിനെ മാറ്റിവെച്ചുകൊണ്ട്, അത്തരം സംസ്കാരം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാലത്ത് അരോചകമായ സമസ്തയുടെ വേദി ഇന്നെനിക്ക് ഏറ്റവും വലിയ സ്വർഗീയ വഴിയിലേക്ക് നടക്കാനുള്ള പ്രചോദനത്തിന്റെ പ്രതിബിംബങ്ങളായി മാറുന്നത് പോലെ എന്നെക്കാളേറെ നിങ്ങൾ സമസ്തയെ സ്നേഹിക്കും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആവസിയത്തോടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് 9-ാം തീയതി നമുക്ക് കുന്നുംപുറത്ത് കാണാമെന്ന് അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും സമയം പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅത്തൈനി ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സ്വദഖകൾ ഖബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, അതിന്റെ ഒക്കെ സവാബിന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മഹാന്മാരായ അംബിയാക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ
എല്ലാ മഹാന്മാരിലേക്കും നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ അനുസ്മരിച്ച മഹാന്മാരിലേക്ക് എത്തിക്കണേ റബ്ബേ. പ്രത്യേകിച്ച് സൈനുൽ ഉലമയുടെ ആണ്ടിന്റെ ആ സമയങ്ങളായതുകൊണ്ട് മഹാനവറുകൾ നമ്മളെ തൊട്ടടുത്താണ് കിടക്കുന്നത്. സൈനുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. അവരുടെയൊക്കെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട്, സമസ്തയുടെ ഉലമാക്കൾ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിന് അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. നാളെ ആഖിറത്തിലേക്കുള്ള റഹ്മാൻ. പ്രവർത്തകർ SKSF-ന്റെ SYS-ന്റെ ഒക്കെ ഈ പ്രദേശത്തെ പ്രവർത്തകർ, ഭാരവാഹികൾ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി സഹായിച്ചവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ.